ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ പ്രേമവൃന്ദാവനത്തിലെ ഈ ആഴ്ചത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഹരേ കൃഷ്ണ രതിദേവി മാതാജി, ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ ശാന്തകുമാരി മാതാജി, ഹരേ കൃഷ്ണ ലൈല മാതാജി, ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ രാധിക മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹരേ കൃഷ്ണ. സ്വാഗതം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. അഷ്ടപതിയൊക്കെ നന്നായി നടന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു യൂട്യൂബ്, എനിക്കത് കാണാനായിട്ട് സാധിച്ചില്ല. ഞാനത് പിന്നെയെന്ന് വെച്ച് പെൻഡിങ്ങിലിട്ടു, പക്ഷെ ഇതുവരെ കാണാനായിട്ട് പറ്റിയില്ല. ഖത്തറിലെ കുറച്ച് അതെ അതെ. മാതാജി, ഉടുപ്പി മൂകാംബിയൊക്കെ യാത്ര കഴിഞ്ഞിട്ടാ വന്നത് പ്രഭു. ഹരേ കൃഷ്ണ. സതി മാതാജിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. മൂകാംബികയിലായിരുന്നു ഉണ്ടായിരുന്നു. പ്രഭു എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ കുറച്ച് പേരില്ലാത്ത കാരണം ഇവിടെ ആളില്ലായിരുന്നു, ആകെ രണ്ടോ മൂന്നോ പേരൊക്കെ ഉള്ളൂ. രാമായണ ആ, പാരായണത്തിന് ഇത് ക്ലാസ്സിലും ഇല്ല. കഴിഞ്ഞ ആഴ്ച പ്രശാന്ത് പ്രഭു ആയിരുന്നിട്ടും ആള് കുറവായിരുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ വെക്കേഷനിലും അല്ലാതെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെയും ആള് കുറവാ. മൊത്തത്തിൽ എല്ലാവരും നാട്ടിൽ പോയിരിക്കുക. ഇവിടെ 2 മാസം വെക്കേഷൻ ആ. അല്ലേ, അപ്പം ഞങ്ങൾ മാത്രമേ ഭഗവാൻ ഇല്ലാതെ. ഉടുപ്പി മൂകാംബിയെല്ലാം പോയിട്ടാ വന്നത് പ്രഭു. ഹരേ കൃഷ്ണ. അങ്ങനെ. അതെയല്ല, ഉടുപ്പി കൃഷ്ണൻ എന്ത് പറയുന്നു? ഞങ്ങളുടെയൊക്കെ കാര്യം ആ. പറഞ്ഞു. നമ്മളെല്ലാവരും ഓർത്തു. നമ്മുടെ ഗ്രൂപ്പിലും എല്ലാവരും അറിയുന്നവരെല്ലാം ഓർത്തു പ്രഭു. അങ്ങനെ അഷ്ടപതി വിജയമായിരുന്നു അല്ലേ? ആ, നന്നായിരുന്നു പ്രഭു. നന്നായിരുന്നു. അതെ. ഇനിയിപ്പോ ഇന്നലെ സൗത്ത് വൃന്ദാവനിൽ കഴിഞ്ഞു. കുറച്ചു പേര് പോയിട്ട്. സൗത്ത് വൃന്ദാവനല്ലേ, തൃശ്ശൂര്. ഉം. അതിലൊന്നും നമുക്ക് എപ്പോഴും എപ്പോഴും പോകാൻ പറ്റില്ല. ഇനി അഷ്ടമി രോഹിണിക്ക് പൂർണ്ണത്രയീശ അമ്പലത്തിൽ വെച്ചിട്ടാ അത്ര അഷ്ടപതിന്റെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ. അതെ, അപ്പൊ അവരെല്ലാരും ഉണ്ടാവുമോ? കുറച്ച് പേരൊക്കെ പോരുകയല്ലേ തിരിച്ച്? കുറെ പേരൊക്കെ തിരിച്ചു പോകും. ആ കലാമാതാജിയൊക്കെ ഇന്നലെ സൗത്ത് വൃന്ദാവനിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ശശികല മാതാജിയൊക്കെ. ഉം. അപ്പോ പൂർണ്ണത്രയീശന്റെ ആവുമ്പോഴേക്കും സെപ്റ്റംബർ ആവില്ല. അത് ചിലരൊക്കെ തിരിച്ചു പോകും. ഉം. ഉം. നമുക്ക് സാധിച്ചാൽ പോകും. നമുക്ക് എപ്പോഴും ഇവിടുന്ന് പോകാനും സാധിക്കേണ്ട. സാവിത്രി കേശവൻ മാതാജി അവിടെ ഉണ്ടോ അതോ പോന്നോ? അല്ല, അവിടെ ഉണ്ട്. ഇന്നലെ സൗത്ത് വൃന്ദാവനിലും മാതാജി പോയിരുന്നു അഷ്ടപതിക്ക്. ഇപ്പൊ അവിടെ ഉണ്ട്. പാലായിലുണ്ട് മാതാജി. ഓക്കെ. അങ്ങനെ ആരോ വന്ന് എൻ്റെ ഒരു 2 ആഴ്ചയായി തൊണ്ടയ്ക്ക് പിടിച്ചിട്ട് ഇതുവരെ തുറന്നു വന്നിട്ടില്ല. ഇതുവരെ ആ, കയ്യിലിരിപ്പ് തോന്നി കയ്യിലിരിപ്പ് കാരണം തോന്നി. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒക്കെ പോകുന്നുണ്ട് ശബ്ദമൊക്കെ ഇടയ്ക്ക്. അതുകൊണ്ട് സഹിക്കുക. അതെന്താണാവോ അപ്പൊ അങ്ങനെ വന്ന്. കയ്യിലിരിപ്പേ, ഞാൻ പറഞ്ഞത് കൈ കറക്റ്റല്ലോ. തെറ്റിദ്ധരിക്കണ്ട. ഹരേ കൃഷ്ണ. ജയോ രാധ മാധവ കുഞ്ച വിഹാരി ഗോപീജന വല്ലഭ ഗിരിവര ധാരി. ജയോ രാധ മാധവ കുഞ്ച വിഹാരി ഗോപീജന വല്ലഭ ഗിരിവര ധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജനം യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീരവനചാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. मम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपान्तिकं. वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सवधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्विताञ्च. हे कृष्ण करुणा सिन्धु दीनबन्धु जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते. तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी विश्वभानुसुते देवी प्रणमामि हरिप्रिये. मूकं करोति वाचालं भङ्गं लङ्कायते गिरि यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्येश्वरं वञ्चाकल्पतरुभ्यश्च कृपासिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर
ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തത്സത്. ഓം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ ഒരു ശ്ലോകം മാത്രമാണ് എടുക്കാനായിട്ട് സമയം കിട്ടിയത്. കാര്യം പ്രശാന്ത് പ്രഭുവിൻ്റെ ആ, കഥ ഒക്കെ വളരെ നല്ലൊരു കഥയൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവരും ഓർമ്മയുണ്ടാവോ എന്നറിയില്ല. അപ്പം അങ്ങനെ ആ, കഥയെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ ആനന്ദസാഗരത്തിൽ ആറാടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരു ശ്ലോകത്തിന് സമയം കിട്ടിയുള്ളൂ. നമ്മളിപ്പം അടുത്ത 2 ശ്ലോകങ്ങളോട് കൂടി ഇന്ന് നമുക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നു. 8, 9, 10 അല്ലേ? യൂട്യൂബിൽ ഉണ്ടാവല്ലേ പ്രഭു അത് കഴിഞ്ഞ ആഴ്ചത്തെ ആ അതെ അതെ, യൂട്യൂബിലുണ്ട്. ഉം. കേൾക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ കുറേ നാളിന് ശേഷം ഗീതാ മാതാജിയെ കാണാനായിട്ട് പറ്റി. ഹരേ കൃഷ്ണ മാതാജി, സ്വാഗതം. ഉം. ഹരേ കൃഷ്ണ. മ്യൂട്ടാണ്. വെള്ളിയാഴ്ച ഞാൻ ഉണ്ടായിരുന്നു. ലേച്ച കഴിഞ്ഞ ഉണ്ടായിരുന്നു. ആ വെള്ളിയാഴ്ച ബാക്കിയുള്ള ദിവസങ്ങളാണ് വരാതെ അല്ലേ? ആ, എല്ലാ ദിവസവും ക്ലാസ് ആയിരുന്നു. ഏത് ദിവസമാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടിയില്ല. ഹരേ കൃഷ്ണ. അപ്പം അങ്ങനെ നമ്മൾ 8-ാമത്തെ ശ്ലോകത്തിലേക്ക് കയറുകയാണ്. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായ ഹ്യകർമ്മണഃ ശരീരയാത്രാപി ച തേന പ്രസിദ്ധ്യേത കർമ്മണഃ. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാപി ച തേന പ്രസിദ്ധ്യേത കർമ്മണഃ. നിയതം കുരു കർമ്മ ത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീര യത്രാപി ച തേ ന പ്രസിദ്ധ്യേത കർമ്മണഃ. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. നിയതം കുരു കർമ്മം ത്വം കർമ്മജായേഹ കർമ്മണ ശരീരയാത്രാപി ച തേന പ്രസിദ്ധ്യേത കർമ്മണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുജന മാതാജി. നിയതം കുരു കർമ്മത്വം കർമ്മജായോ ഗൃഹകർമ്മണ ശരീരയാത്രാപി ച തേന പ്രസിദ്ധേത കർമ്മണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക ഹരേ മാതാജി. കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. നിയതം കുരു കർമ്മ ത്വം കർമ്മം ജ്യായോ കർമ്മണഃ ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധേത കർമ്മണഃ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. സവിതാ മാതാജി. ഹരേ കൃഷ്ണ, സ്വാഗതം. മാതാജി നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയോ അതോ മായ പിടിച്ച് അവിടെ കുടുങ്ങി കിടക്കുവാണോ? ഇല്ല പ്രഭു, ഞാൻ നാട്ടിൽ തന്നെയാണ്, ഉം. എത്തിയിട്ടില്ല. മായ എങ്ങനെയുണ്ട് മാതാജി? ചിരിച്ചു കാണിക്കാറുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ടല്ലേ? ഉണ്ട്. എപ്പോഴും ഉണ്ട് കൂടെ അല്ലേ? നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഉണ്ട് ഉണ്ട്. പ്രത്യേകതയുള്ളൂ. ഇപ്പോഴും ഞാനൊരു യാത്രയിൽ തന്നെയാണ്. അപ്പൊ എന്തായാലും കേൾക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ കയറിയത്. ഹരിബോൾ. അപ്പൊ അങ്ങനെ കയറുമ്പോഴത്തേനും മായ കുറച്ച് മാറി നിൽക്കും. അല്ലാതെ പോകെ മായ നമ്മളെ അതെ മാടി വിളിച്ചുകൊണ്ടിരിക്കും, വാ 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 ഇവിടെ വാ എന്ന് പറഞ്ഞ്. അതാണ്. അല്ല, അതെ അതെ. ഹരേകൃഷ്ണ പ്രഭു, ഞാൻ വിചാരിച്ചു എപ്പോഴും കർക്കിടക മാസത്തില് പ്രഭുവിന്റെ കൂടെ 2 വർഷം കുറെ അമ്പലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തു. ഇപ്രാവശ്യം ഒരു അമ്പലങ്ങളും പോവാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോഴേക്കും ഭഗവാൻ, ഉടുപ്പി ഭഗവാനും ദേവിയും വിളിച്ചു അവിടേക്ക് ഗുരുവായൂരപ്പന്. പോകാനായിട്ട് പറ്റിയല്ലേ? ഹരകൃഷ്ണ. പിന്നെ ഏറ്റുമാനൂർ അധികം പരിപാടി അല്ലെങ്കിൽ രഥയാത്രയൊക്കെ നടന്നു. ഞാൻ പോയില്ലെങ്കിലും ഉം, ഇവിടെ ഇരുന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റി. വളരെ നല്ല അതെ രഥയാത്ര ഭഗവാന്റെ കൃപ കൊണ്ട്, ജഗന്നാഥന്റെ കൃപ കൊണ്ട് നടന്നു. അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടു കാണുമായിരിക്കും അല്ലേ? എന്നാലും നമ്മുടെ എവിടെ സത്സംഗത്തിൽ ഒരു ഡിവോട്ടീസ് ആരും പങ്കെടുത്തില്ലല്ലോ എന്നോർത്തൊരു വിഷമമുണ്ട്. എല്ലാവരും തൃശ്ശൂർ, സൗത്ത് വൃന്ദാവൻ,
തിരുവല്ല അതിചന്ദ്ര പ്രഭുവിൻ്റെ ഗ്രൂപ്പുകളെല്ലാം വന്നു. നമ്മുടെ സത്സംഗത്തിൽ നിന്ന് ഒരാളും ഇല്ലായിരുന്നു എന്നുള്ളൊരു വിഷമം മാത്രമുണ്ട്. ഹരേ കൃഷ്ണ. നമുക്ക് ശ്ലോകത്തിലേക്ക് കിടക്കാം. ത്വം നീ നിയതം വിധിക്കപ്പെട്ട കർമ്മം കർത്തവ്യത്തെ കുരു ചെയ്യുക. ഹി എന്തെന്നാൽ കർമ്മ കർമ്മം അകർമ്മണ അകർമ്മത്തേക്കാൾ ജായ ശ്രേഷ്ഠമാകുന്നു. അകർമ്മണ കർമ്മരഹിതനായ തേ നിനക്ക് ശരീരയാത്ര അഭിച ശരീരം നിലനിർത്തുക പോലും ന പ്രസിദ്ധയെ സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ കേസ് എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ് ശ്രീല പ്രഭുപാദ്. നിനക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ചെയ്യുക. നൈഷ്കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം. കർമ്മം ചെയ്യാതെ സ്വന്തം ശരീരം നിലനിർത്താൻ പോലും ആർക്കും സാധ്യമല്ല, അല്ലേ? അപ്പം നമ്മൾ ഇതെന്താണ് ഭഗവാൻ ഇവിടെ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ചെയ്യുക. അതെന്താണ് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം? നൈഷ്കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം. കർമ്മം ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? വെറുതെ ഇരിക്കുക, ഒരു കർമ്മവും ഇല്ലാതെ ചെയ്യാതെ അലസതമായിട്ടിരിക്കുക എന്നുള്ളത് നൈഷ്കർമ്മ്യം. അത് ഒട്ടും പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും. നമ്മൾ ഓരോരുത്തരും അവരുടേതായ കർമ്മങ്ങൾ ചെയ്യണം. അതിപ്പം ഏത് വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലോ ഏത് ആശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലോ അതിനെല്ലാം വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളുണ്ട്. 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും ഏതാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് രാധിക മാതാജി 4 വർണ്ണങ്ങൾ? ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ഞാൻ അമ്മ മാതാജി ചാടി ഉത്തരവൊന്നും പറയണ്ട. ഏഹ് 4 വർണ്ണങ്ങൾ എന്താണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. അപ്പം 4 ആശ്രമങ്ങൾ ഗീതാ മാതാജി. ബാല്യം, കൗമാരം, യൗവനം, അല്ല, വാനപ്രസ്ഥം, സന്യാസം. അത് തുടക്കം തൊട്ട് പറ. എവിടെ തൊട്ടാ തുടങ്ങുന്നേ? ബാല്യം, കഴിഞ്ഞ ദിവസം മാതാജി കയറിയില്ല, ഞാനിതെല്ലാം പറഞ്ഞായിരുന്നു. ബാല്യം, കൗമാരം, യൗവനം, വാനപ്രസ്ഥം, സന്യാസം. ബാല്യം കൗമാരം എന്നാണോ ബ്രഹ്മചര്യം പറയുന്നത്? ഇതായില്ലേ? ബ്രഹ്മചര്യത്തിൽ തുടങ്ങാൻ പറ. ഏതാ? ക്ലൂ തന്നു മാതാജി. ബ്രഹ്മചര്യത്തിൽ തുടങ്ങി. ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, ആ വാനപ്രസ്ഥം. ഇപ്പോഴാണ് ശരിയായത്. ഞാനിത് കുറേ പ്രാവശ്യമായിട്ട് പറയുന്നത്, അല്ലേ? ബ്രഹ്മചര്യം എത്ര വയസ്സ് വരെ? ഏകദേശം 25 വയസ്സ് വരെ, 25 വയസ്സ്. അല്ലെ? നമ്മളുടെ പഠനങ്ങളെല്ലാം നടക്കുന്ന അതുവരെ. അത് കഴിയുമ്പോൾ രക്ഷകർത്താക്കൾക്ക് തോന്നും നമുക്കൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് കൊടുക്കണം. അപ്പോൾ എന്താണ്, നമ്മളെ ഒരു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വധുവിനെയോ ഒരു വരനെയോ കണ്ടുപിടിച്ച് രക്ഷകർത്താക്കൾ നമ്മളെ ഏൽപ്പിച്ചു വിടുന്നു. അങ്ങനെ എന്താണ്, നമുക്ക് ഒരു കുടുംബമായി. അത് കഴിഞ്ഞപ്പോഴത്തേന് എന്താണ്, നമ്മളൊരു പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു നിലയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലേ? അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് ആധ്യാത്മിക ജ്ഞാനം പകർന്നു കൊടുക്കണം, ഒരു ഗുരുവിനെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഗുരുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അവർ സ്വന്തം കാലിൽ നിൽക്കാറാകുന്ന സമയം ഇക്കാവൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, 51. അപ്പോൾ എന്താണ് വാനപ്രസ്ഥം. ഇതൊക്കെ മക്കളെ ഏൽപ്പിച്ചിട്ട് പിന്നെ എന്താണ്, നമ്മൾ വാനപ്രസ്ഥത്തിന് പോവുകയാണ്. വാനപ്രസ്ഥത്തിലിരുന്ന് നമ്മൾ ആ യോഗ്യത നേടിക്കഴിഞ്ഞു കഴിയുമ്പോഴത്തേന് പിന്നീട് സന്യാസം എന്ന് പറഞ്ഞാൽ, സന്യാസം എന്ന് പറഞ്ഞാൽ സർവ്വതും പരിത്യജിച്ചു, അല്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഇതായിരുന്നു നേരത്തെ പോകുന്നത്. വേദങ്ങൾ വിധിച്ച പ്രകാരം പോവുകയാണെങ്കിൽ നമ്മൾ ഈ 4 വർണ്ണങ്ങളിലും 4 ആശ്രമങ്ങളിലും ഉള്ള ഇത് ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി, അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ നിയത കർമ്മം. ഒരു ക്ഷത്രിയനാണെങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടത്? അവന് രാജ്യരക്ഷയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അധർമ്മത്തിനൊക്കെ എതിരെ പോരാടുക. അതായത് അധർമ്മം എവിടെ കണ്ടാലും അവൻ അതിനെതിരെ ഫൈറ്റ് ചെയ്യുക, അല്ല? അങ്ങനെ ഓരോ വർണ്ണത്തിനും, ബ്രാഹ്മണനാണെങ്കിൽ ആ ബ്രാഹ്മണ്യത്തിൽ നിന്നുകൊണ്ട് അവന് 10 പേർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക, ഭഗവാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുക, ജ്ഞാനം പറഞ്ഞു കൊടുക്കുക എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും. വൈശ്യനാണെങ്കിൽ അവൻ എന്താണ്, കൃഷി ചെയ്യണം, അതുപോലെ തന്നെ ഗോരക്ഷ ചെയ്യണം. എന്തെങ്കിലും മാതാജി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഗീതാ മാതാജി? ഇല്ലല്ലോ, ഇല്ലില്ല. അപ്പം അങ്ങനെ ഈ ഈ എന്താണ്, ഗോരക്ഷ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തും എല്ലാ സമൂഹത്തെയും ഫീഡ് ചെയ്യുക. അതാണ് ഈ പറയുന്ന വൈശ്യരുടെ കർത്തവ്യം. അതുപോലെ തന്നെ നമ്മൾ ശൂദ്രരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ
അവരെല്ലാവർക്കും സേവ ചെയ്യണം അല്ലേ? ഇവിടെയൊക്കെ ഓരോരോ സേവയുടെ ആവശ്യമുണ്ടല്ലേ? ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെല്ലാം നിർവഹിക്കുന്നത് ശൂദ്രരാണ്. അപ്പോൾ അതായിരുന്നു നമ്മളുടെ 4 വർണ്ണങ്ങൾ, 4 ആശ്രമങ്ങൾ. അങ്ങനെ ഈ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മകാണ്ഡ അനുസരിച്ചിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ ഇതിൽ 4ൽ നിന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് എന്താണ് നമ്മളുടെ കർമ്മങ്ങൾ ചെയ്ത് നിയത കർമ്മങ്ങൾ നിർവഹിച്ച് നമുക്ക് ഏതാണ് പുരുഷാർത്ഥങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രകാരം നമുക്ക് പോകാം. എന്താണ് പുരുഷാർത്ഥം? ഞാൻ അടുത്ത ആളോട് ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. പുരുഷാർത്ഥം സവിതാ മാതാജിക്ക് ഓർമ്മയുണ്ടാവോ? മാതാജി ക്ലാസ്സിൽ പുതിയതായിരുന്നു, അത് യാത്രയിലായിരുന്നു. ഇല്ല, യാത്രയിലാണ് അപ്പൊ. ഹരേ കൃഷ്ണ. അങ്ങനെയാണെങ്കിൽ ഹരേ കൃഷ്ണകുമാരി മാതാജി. അർത്ഥകാമ അർത്ഥധർമ്മ കാമമോക്ഷം. ഒന്നുകൂടെ ഒന്ന് ശരിയാകാനുണ്ട്. പറഞ്ഞത് ശരിയാണ്. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി മാതാജി. ഇത്രയും പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം, സന്തോഷം. മാതാജിക്ക് ഓർമ്മയിൽ കിട്ടിയല്ലോ, അത് പറഞ്ഞത് ശരിയാണ്. ഒന്നുകൂടെ ഒന്ന് ഓർഡർ ആക്കാനുണ്ട്. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇന്ന് നമുക്ക് ജ്ഞാനാംബിക മാതാജി മാസ്റ്ററാണല്ലോ, മാതാജിയോട് തന്നെ ചോദിക്കും. ആദ്യത്തേത് ഏതാണ് പ്രഭു? അത് ഞാൻ പറയില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. നമുക്ക് ജ്ഞാനാംബിക മാതാജി ആണല്ലോ പല കോഴ്സുകളിലൊക്കെ പങ്കെടുക്കുന്നത്. മാതാജിയോട് തന്നെ ചോദിക്കാം. മാതാജി എന്ന് എല്ലാവർക്കും ഒന്ന് സംശയം പറഞ്ഞു കൊടുത്തേക്ക്. മൈക്ക് ഓണാക്കും, മൈക്ക്. കാമം, അർത്ഥം, അവിടെ അങ്ങനെയൊന്നുമല്ല ഓർഡർ. ഇത് ഓർഡർ എല്ലാം തെറ്റിച്ചാ പറയുന്നത് എല്ലാവരും. മോക്ഷാർത്ഥമാണ് പ്രഭു. അതൊക്കെ ഏറ്റവും അവസാനമുള്ള സംഭവമാണ് ഇപ്പോഴേ പറയുന്നത്. ആദ്യം മോശം കിട്ടിയിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആദ്യം മോശം കിട്ടുവാണെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അർത്ഥം, ലാഭം, മോശം. ദേവി മാതാജി. ഇത് പറഞ്ഞു വന്നപ്പോ എനിക്കും കാമം അർത്ഥമേ വരുന്നുള്ളൂ. അർത്ഥം, കാമം, ഇനി മോക്ഷം. അടുത്ത ആളോട് ചോദിക്കാം. രാധിക മാതാജി. രാധിക കർമ്മം, മാതാജി. കർമ്മത്തിലല്ലേ തുടങ്ങുന്നത്? ആരാ അവിടെ? പത്മ മാതാജി പറഞ്ഞോ. മാതാജിക്ക് ഹരി പോൽ. പത്മ മാതാജിക്ക് 100ൽ 100 മാർക്ക്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. നമ്മളപ്പം ഈ പറഞ്ഞ വർണ്ണാശ്രമ ധർമ്മവും അതുപോലെ തന്നെ ആ 4 ആശ്രമങ്ങളും ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നിയത കർമ്മങ്ങൾ അനുഷ്ഠിച്ചു വന്നാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ധർമ്മം, അർത്ഥം, കാമം. ഈ പുരുഷാർത്ഥങ്ങളാണ് കിട്ടുന്നത് അല്ലേ? അപ്പൊ ധർമ്മം എന്താണ്? ധർമ്മം, ധർമ്മത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഒന്നും തീരില്ല അല്ലേ? അങ്ങനെ ഓരോരുത്തർക്കും നമ്മൾ ഓരോരോ ധർമ്മങ്ങളുണ്ടല്ലേ? അപ്പോൾ അത് ഈവൻ ഈ പറയുന്ന 4 വർണ്ണങ്ങൾക്കിടയിലും ഓരോ ധർമ്മങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ വ്യക്തികൾ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയിട്ട് മാറും അല്ലേ? നമ്മൾ ഈ പറയുന്ന കുമ്പിടി മാതിരി അല്ല മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അല്ലേ? നമ്മൾ ഒരാള് രതിദേവി മാതാജി ആരൊക്കെയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരേ സമയം ഒരു ഭാര്യയായിട്ട്, അമ്മയായിട്ട്, അമ്മൂമ്മയായിട്ട്, മരുമകളായിട്ട്, അങ്ങനെ എന്തെല്ലാം നിലയിൽ വരണം അല്ലേ? ഒരു വിദ്യാർത്ഥിയായിരുന്നു, കുറച്ചു പേരുടെ ടീച്ചറായിരുന്നു അല്ലേ? കുറെ പേര് സുഹൃത്തുക്കളാണ് അല്ലേ? ഈ ഒരു നിലകളിലെല്ലാം നമ്മൾ ഓരോരുത്തരും പല സ്റ്റേജസിൽ കൂടെ പോകുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ ഓരോ ലെവലിൽ നമുക്ക് ഓരോരോ ധർമ്മം അനുഷ്ഠിക്കാനുണ്ടല്ലേ? ഒരു നല്ല സുഹൃത്തിന് എന്താണ് ചെയ്യേണ്ട ധർമ്മം അല്ലേ? നല്ല സുഹൃത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഭഗവാൻ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ അങ്ങനെയാണെന്ന് ആണ് പറയുന്നത്. അതുപോലെ അപ്പം നമ്മൾ അങ്ങനെ ആയിരിക്കണ്ടേ? ആ ഒരു ശ്ലോകം ഞാൻ അതിൻ്റെ ആ ടൈറ്റിൽ ഇത് പറയുന്നില്ല, പക്ഷെ ഞാനൊരു 10,000 ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. രാധിക മാതാജി പറയുമായിരിക്കും. സുഹൃതം സർവഭൂതാനാം, അതല്ലേ? അതെ, അതിന്റെ തുടക്കം എങ്ങനെയാ? ഭഗവാൻ എല്ലാവരുടെ സുഹൃത്തും. അതല്ലേ അതിന്റെ അർത്ഥം? അത് തന്നെയാണ്. അതുപോലെ തന്നെ വേറൊരു ശ്ലോകം കൂടെ ഉണ്ട്. ഇതാണ് ഞാൻ ഇപ്പം പറഞ്ഞ ശ്ലോകം. മാതാജി പറഞ്ഞു തന്നെയാണ്. ഭോക്താരാം യജ്ഞ തപസ്സാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി. ഞാൻ എല്ലാവരുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ്. അപ്പോൾ ഒരു സുഹൃത്ത് എപ്പോഴും മറ്റുള്ള ഒരു കൂട്ടുകാരൻ എപ്പോഴും അഭ്യുദയം മാത്രമേ ആഗ്രഹിക്കുള്ളൂ അല്ലേ? നല്ലത് വരാനായിട്ട് മാത്രമേ ആഗ്രഹിക്കുള്ളൂ. അപ്പൊ സുഹൃത്തിന്റെ ധർമ്മം മനസ്സിലായല്ലോ അല്ലേ? ഇപ്പൊ ഒരു പിതാവിന്റെ ധർമ്മം എന്താണ്? ആ ഒരു കുടുംബം നന്നായിട്ട് പരിപാലിക്കണമല്ലോ അല്ലേ?
അതുപോലെ തന്നെ പുത്രനെ ആരെ ഏൽപ്പിക്കണം? ഭഗവാനെ കാണിച്ചു കൊടുക്കാൻ തൽപരനായിട്ടുള്ള ഒരാളെ ഏൽപ്പിക്കണം, അല്ലേ? പിതാവ് ഒരു ഗുരുവിനെ കണ്ടെത്തി, അതായത് മാതാപിതാ ഗുരുദൈവം നമ്മൾ കണ്ടിട്ടില്ലേ? പിതാവ് എന്താണ് ചെയ്യേണ്ടത്? ഒരു ഗുരുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. പിന്നെ ഗുരുവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്താണ് ചെയ്യേണ്ടത്? അവരെ ആ ശിഷ്യനെ ഭഗവാനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത്, അല്ലേ? അപ്പം നമ്മൾ കണ്ടു ഈ പറയുന്ന 4 വർണ്ണങ്ങള്, 4 ആശ്രമങ്ങള്, അതുപോലെ തന്നെ അത് മുഖാന്തരം ഉണ്ടാകുന്ന നമ്മൾ ധർമ്മ, അർത്ഥം. പിന്നെ നമ്മൾ കുറച്ചൊക്കെ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്താണ് വേണം? ധർമ്മം നമ്മൾ പരിപാലിക്കുകയും വേണം. നമുക്ക് കുറച്ചൊക്കെ ധനം ഉണ്ടാകണം. ധനം ആർജിക്കാനായിട്ട് പല വിധത്തിലുള്ള മാർഗങ്ങളുണ്ട്, അല്ലേ? നല്ലതായിട്ട് പോകാം, മോശ രീതിയിൽ പോകാം. അങ്ങനെയൊക്കെ പല രീതിയിലുള്ള മാർഗങ്ങളുണ്ട് ധനാർജനത്തിന്. നമ്മൾ എന്താണ് ശൂദ്രരെ പോലെ സേവ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ധനം കിട്ടും. നമ്മൾ വൈശ്യരെ പോലെ എന്ത് ചെയ്യണം? കൃഷി വാണിജ്യമൊക്കെ ആയി പോലെ ആ വാണിജ്യ മുഖാന്തരം ധനം കിട്ടും. അങ്ങനെ ധനം ആർജിക്കാനുള്ള മാർഗങ്ങളുണ്ട്. പിന്നെ ചിലർ ഇതൊന്നും അല്ലാതെ എന്താണ് ലക്ഷ്മി എന്താണ് ഏതാണ്ട് ഒരു ഭൈരവ ആകർഷണ മന്ത്രമോ എന്നെ കുബേര ലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയുന്ന ഓരോ രീതിയിൽ കൂടെ ചിലർ ചില കല്ലുകളൊക്കെ ഇടും കൈകളിൽ, അല്ല? ഇങ്ങനെ അങ്ങനത്തെ പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. അർത്ഥം അത് കഴിഞ്ഞിട്ട് നമുക്ക് അർത്ഥമെല്ലാം ഉണ്ടായി, നമ്മളത് സ്വരുക്കൂട്ടി ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തു, മക്കൾക്കുള്ള ഇതൊക്കെയായി. ഇനി എന്താണ്? നമുക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കണം ആ ധനം കൊണ്ടൊക്കെ, അല്ലേ? ഈ ധനമൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ ഡെപ്പോസിറ്റ് എത്ര നാളത്തേക്ക് നിൽക്കും? എത്ര നാളത്തേക്ക് നിൽക്കും? ആരെങ്കിലും ഒന്നുകിൽ കള്ളൻ അടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ബാങ്കുകാർ കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മുടെ മക്കളോ മരുമക്കളോ ആരെങ്കിലും ആയിരിക്കും കൊണ്ടുപോകുന്നത്, അല്ലേ? ചിലപ്പം മക്കളും മരുമക്കളും ഒന്നും ഇല്ലെങ്കിൽ ഇത് വേറെ ആരെങ്കിലും കൊണ്ടുപോകും, ധർമ്മസ്ഥാപനങ്ങളിൽ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് കുറേ ആഗ്രഹങ്ങൾ വെച്ചല്ലേ? ഈ ആഗ്രഹങ്ങളാണല്ലോ നമുക്ക് ഇപ്പോൾ ഈ കാമമാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് കിടക്കാനായിട്ട് സാധിക്കാത്തത്. ഇങ്ങോട്ടേക്ക് നമുക്ക് ഇവിടുന്ന് വിട്ടു പോകാൻ വീണ്ടും വീണ്ടും ഇവിടെ ജനിക്കാനായിട്ടുള്ള കാരണം ഈ കാമമാണ്. ആഗ്രഹങ്ങൾ തീരുന്നില്ല. അപ്പൊ ഈ കാമം എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള കാമമുണ്ട്, അല്ലേ? ഇന്ദ്രിയ തൃപ്തിയാണ് ഇത് മെയിനായിട്ടുള്ള ഉദ്ദേശം, അല്ലേ? പിന്നെ നമുക്കൊരു വലിയ വീട്, ഒരു 10 സെന്റ് സ്ഥലം മേടിക്കണം, ചിലർക്ക് 1 ഏക്കർ സ്ഥലം മേടിക്കണം, ഒരു 2 നില വീട്, എനിക്കതിന് മട്ടുപ്പാവിൽ ഒരു ഊഞ്ഞാൽ കസേരയൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് ആടണം. പിന്നെ ആ വഴിയെ പോകുന്നവരൊക്കെ എൻ്റെ വീട് ഇതാന്ന് കാണിച്ച ഇങ്ങനെ കൈകളൊക്കെ നിറച്ച് വളയിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട്, അല്ലേ? സ്വർണ്ണവളയൊക്കെ ഇട്ടിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഗീതാമാതാജി? ഭഗവാന് അല്ലേ? അതൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചു കിളിക്ക് കൊടുക്കുന്ന കാണിച്ചിട്ട്, സമയം. അതുപോലെ തന്നെ ഒരു കല്യാണത്തിനൊക്കെ കെട്ടിച്ചമഞ്ഞ് ഇങ്ങനെ പോയി നിറയെ, അതായത് സാരി പോലും കാണാൻ മേലാത്ത ഇമാജിനേഷൻ രീതിയിൽ ആഭരണങ്ങളൊക്കെ ധരിച്ചു പോവുക. ഇങ്ങനെയൊക്കെ പ്രഭുവിന്റെ ഇമാജിനേഷൻ പ്രഭു കുറച്ചൊന്നല്ല ഇമാജിൻ ചെയ്യുന്നത്. കുറച്ച് കുറയ്ക്കണം, അല്ലേ? ഇത്രയും വേണ്ടായിരുന്നല്ലേ? ഇത്രയും ഒന്നും വേണ്ട. ആഗ്രഹങ്ങളില്ലാതെ ഇത്രയൊന്നും വേണ്ട പ്രഭു. നിങ്ങൾക്ക് അങ്ങനെ ആരോഗ്യം അല്ലെന്നല്ല പറഞ്ഞു. നമ്മളുടെ സമൂഹത്തിൽ ഇത് നമുക്ക് ഇങ്ങനെയുള്ള പല കൂടിപ്പോയി. വ്യക്തികളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കുറെ ആഗ്രഹങ്ങൾ. ഈ ആഗ്രഹങ്ങളാണ് നമ്മളെ അവസാനിക്കാത്ത ആഗ്രഹങ്ങളാണ് നമുക്ക് ഇവിടുന്ന് ജീവൻ നമുക്ക് വിട്ടുപോകാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായി വരുന്നത്. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കിടക്കുമ്പോൾ വീണ്ടും ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജനിക്കേണ്ടി വരും, വീണ്ടും അല്ലേ? ആ പോയിന്റാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ നിങ്ങൾ ഇതുപോലെ ഇത്രയും വളയിട്ടുകൊണ്ട് ഇങ്ങനെ പോകുമെന്നല്ല പറഞ്ഞു. ഇന്ന് രാവിലത്തെ ക്ലാസ്സിലൊരു ഇൻസിഡന്റ് ഞാൻ അതിന്റെ ബാക്കിയായിട്ട് പറഞ്ഞ, അല്ലാതെ ഗുരുപ്രഭുവായിരുന്നു രാവിലെ ഭാഗവതം എടുത്തത്. അപ്പം അതിന്റെ ബാക്കിയായിട്ട് ഞാൻ പറഞ്ഞതാണ്. പ്രഭു ഇതുപോലെയൊന്നും അല്ല പറഞ്ഞത്, പ്രഭു വേറെ ടോപ്പിക്കായിരുന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പം അങ്ങനെ ഇപ്പൊ ധനാർജനം, അപ്പൊ ആ ധനം നമ്മൾ സൂക്ഷിച്ചു വെച്ചു, നമ്മളുടെ കുറെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു. ഇത് ആഗ്രഹങ്ങളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. നമ്മുടെ മക്കൾക്കൊക്കെ ഉള്ള സമ്പാദ്യം ഡെപ്പോസിറ്റ് ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് മക്കളുടെ വഴിക്ക് പോയി. അവർക്കാർക്കും നമ്മുടെ സമയം നോക്കാനൊന്നും സമയമില്ലല്ലേ ഞാൻ അമ്പിയ മാതാജി? അവർക്കൊക്കെ അവരുടെ കാര്യം, അവരുടെ ജോലി, അവരുടെ കാര്യങ്ങൾ, അവരുടേതായ മക്കളെ, കൊച്ചുമക്കളെ, അവരുടെ ഭാര്യ വീട്ടിലെ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ, അതുപോലെ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ, അങ്ങനെയായി. പിന്നെ അവർക്ക് നമ്മളെ ശ്രദ്ധിക്കണോ? വേണ്ട. അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്കും തോന്നും, ഇനി ഞാൻ എന്താണ് മക്കൾക്കുള്ള ധർമ്മങ്ങളെല്ലാം ചെയ്തു. എൻ്റെ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഒരു നല്ലൊരു കിടപ്പാടം വേണം, 4 ചുറ്റും നല്ല ചുവരുള്ള വീട്, നല്ല ടൈൽസ് ഒക്കെ ഇട്ടൊരു വീട് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം ഞാൻ സാധിച്ചു. അതെൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടിയിട്ട് അതൊക്കെ തന്നു. പിന്നെ എൻ്റെ ജോലി ഉണ്ടായിരുന്നു, എനിക്ക് പെൻഷൻ ഉണ്ടായിരുന്നു, അതെല്ലാം സാധിച്ചു.
മക്കളൊക്കെ നല്ല ലെവലിൽ, അവർക്കൊക്കെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയി. അവരെയൊക്കെ ആവശ്യത്തിന് ഞാൻ താലോലിച്ചു. അവരുടെ എല്ലാം കാര്യങ്ങൾ നടന്നു. ഇനിയിപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇനി എന്താണ് മോക്ഷം, ധർമ്മ അർത്ഥം കാമം വരെ കഴിഞ്ഞു. ഇനി എന്താണ് മോക്ഷം? ഇനി എന്താണ്? എനിക്ക് പ്രത്യേകിച്ച് ഒരു ആഗ്രഹമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇനി കുറച്ച് സത്പ്രവൃത്തികളൊക്കെ ചെയ്തേക്കാം. കാര്യം ഇനി എത്ര നാളുണ്ട് എനിക്കിന്നൊന്നും അറിയില്ല. ഇനിയുള്ള ജീവിതമെങ്കിലും ആൾക്കാർ, ഈ ഒരു വ്യക്തി ഈ ഒരു വീട്ടിൽ ജനിച്ചു ഇത്രയും നാൾ ഇവിടെ ഇരുന്നിട്ട് ആർക്കെന്ത് പ്രയോജനം ഉണ്ടായി? സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? നാട്ടുകാർക്കുണ്ടായോ? ലോകത്തിനോ? അങ്ങനെ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ എന്നൊരു ഇത് തോന്നിക്കഴിയുമ്പോൾ, ഒരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ, എനിക്ക് എൻ്റെ ആത്മാവിനോട് തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പരമാത്മാവ് എൻ്റെ കൂടെ ഇരിക്കുന്ന പരമാത്മാവിനോട് ഞാൻ എന്തെങ്കിലും ചെയ്യണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്ന് തോന്നുന്ന ഒരു അവസരത്തിൽ ആ ആ ജീവ നമ്മൾ മോക്ഷം എന്ന് പറയുന്ന കാര്യത്തെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങും. മോക്ഷം അല്ലേ? ഈ മോക്ഷം കിട്ടാനായിട്ട് എന്താണ് മാർഗം? ഈ മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഗ്രോസറിയിലോ സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ പോയി തൂക്കി പിടിച്ച് മേടിക്കാൻ പറ്റുന്നതാണോ? അല്ല. പണ്ടൊക്കെ ഈ മോക്ഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ഇത് അനുഷ്ഠിക്കാമായിരുന്നു അല്ലേ? വാനപ്രസ്ഥം കഴിഞ്ഞ് സന്യാസമൊക്കെ കഴിഞ്ഞ് മോക്ഷമായിരുന്നു. ഇപ്പം സന്യാസം കലിയുഗത്തിൽ പറഞ്ഞിട്ടേ ഇല്ലല്ലേ? നമ്മുടെ മൊബൈല്, വാട്സപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വനഭൂമിയൊന്നും ഇല്ല. വനത്തിൽ തപസ് ചെയ്യാൻ പറ്റിയ അവരെല്ലാം കാട്ടാളന്മാരോ മനുഷ്യഭോജികളോ അല്ലെങ്കിൽ മൃഗങ്ങളെ പിടിച്ച് നമ്മളെ കഴിക്കും. കാര്യം മൃഗങ്ങളോട് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ തിരിച്ച് അവർ നമ്മളെ ആരെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുകയാണ്, അവരങ്ങനെ ചെയ്യും. അപ്പോൾ വാനപ്രസ്ഥവും സന്യാസവും ഒന്നും നമുക്കിപ്പം പറഞ്ഞിട്ടില്ല കലിയുഗത്തിൽ. പ്രത്യേകിച്ചും കലിയുഗം ഇങ്ങനെ പ്രോഗ്രസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പം നമുക്ക് എന്താണ്, ഭഗവാൻ തന്നെ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിട്ട് നമുക്ക് ഇത് പറഞ്ഞു തന്നു, നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി എന്നാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കൂ. അപ്പം മാതാജി ഒരു സത്സംഗതി കൊണ്ടുപോയി തന്നു. എന്നാ ഇത് അവിടെ പോയിട്ട് നീ നേരെ ആകുക എന്ത് പറഞ്ഞ് കൊണ്ട് ഇട്ട് തന്നു. എന്നിട്ട് നീ എന്ത് ചെയ്യണം? ഒരു ഗുരുവിനെ സ്വീകരിക്കണം. നല്ലൊരു ഗുരുവിനെ സ്വീകരിച്ചിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരുക. ഗുരുവിന് മാത്രമേ ഉള്ളൂ നിന്നെ എന്താണ് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. ഈ മോക്ഷം കിട്ടണമെങ്കിലുള്ള മാർഗവും പറഞ്ഞു തന്നു. എന്നിട്ട് നമ്മൾ അതൊന്നും കേൾക്കാതെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്നൊക്കെ നമ്മളുടെ വിധി അല്ലേ എന്ന് മാത്രമേ നമുക്ക് വിചാരിക്കുള്ളൂ. അതിനിടയ്ക്ക് നമുക്ക് അവിടെ ഇവിടേക്കും കാലും കൈക്കൊക്കെ പിടുത്തം, ഇടയ്ക്ക് നടക്കുന്ന വഴി ഒന്ന് തെന്നി വീഴുന്നു. അതുപോലെ തന്നെ എന്താണ് അങ്ങനെ 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 ഓരോരോ പ്രശ്നങ്ങളും പൊട്ടലും ചീറ്റലുകളും എല്ലാം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം എന്ത് ചെയ്യണം? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ 2-3 പേര് പറഞ്ഞു, ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല. ഇവരങ്ങനെ പലതും പറയും. നിങ്ങളിതേ ഇവിടെ പോക്കൂ, അവിടെ പോവുകയാണെങ്കിൽ ഇത്രയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, വളരെ ഈസി ഇതൊക്കെ കിട്ടും, നമുക്ക് മോക്ഷം കിട്ടും. അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ 3-4 ആരുടെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചിലപ്പോൾ ബന്ധിക്കോസുകാരുകൾ വരുമായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം ഏതെങ്കിലും മറ്റുള്ള സമാധാന മതക്കാരെങ്കിലും ഒക്കെ വരുമായിരിക്കും. അപ്പോൾ അവർ പറയുന്നതാണോ ശരി? വളരെ എളുപ്പമാണ് അല്ലെ, സ്വർഗത്തിൽ പോയി കൂറികളെ കിട്ടുമെങ്കിൽ വളരെ എളുപ്പമല്ലേ, എന്നാൽ പോയേക്കാം, ഇങ്ങനെ ഒരു തോന്നലുണ്ടാകും. അപ്പോൾ ഈ മോക്ഷത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ മനസ്സ് വ്യതിചലിക്കാനായിട്ട് ഭയങ്കര സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ മറ്റു പലരും നമുക്ക് വളരെ ഈസി നമ്മളെ സ്വാധീനിക്കാൻ പറ്റും. ശരിയായ മാർഗം ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ വരുമ്പോൾ, അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് വളരെ രഹസ്യമായിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലേ ഭഗവാൻ. മോക്ഷമാർഗം വളരെ രഹസ്യമായിട്ട് അവിടെ എല്ലാം പതിയെ മാറിയിരിക്കുകയല്ലേ, വെളിച്ചത്ത് വരാതെ ഇങ്ങനെ മാറിയിരിക്കുക. ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞും നമ്മൾ ഈ മോക്ഷമാർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ അന്വേഷിക്കാതെ അതിന് പറ്റിയൊരു ആളെ കണ്ടെത്തി അദ്ദേഹത്തിന് അടിമപ്പെട്ട് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് സേവ ചെയ്തിട്ട് പരിപ്രശ്നേന സേവയാ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ എന്താണ്, നമ്മളുടെ ജീവിതം വീണ്ടും എന്താണ് അന്ധകാരമയമായിട്ട് മാറും. അതുകൊണ്ട് കർമ്മം ചെയ്യാതെ സ്വന്തം ശരീരം നിലനിർത്താൻ പോലും ആർക്കും സാധ്യമല്ല. നമ്മൾ എത്ര സമയം ഒരാൾക്ക് വെറുതെ ഇരിക്കാനായിട്ട് സാധിക്കും? ഞാനിപ്പം വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിലും എൻ്റെ ശരീരം മുഴുവനും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതായത് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ അതൊക്കെ എന്താണ്, ഈ ദഹന വ്യൂഹങ്ങൾ, രക്തം പമ്പ് ചെയ്യുന്നു, ഹൃദയം പ്രവർത്തിക്കുന്നു. നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിലും നമ്മൾ കൈയൊന്നും അനങ്ങിയിട്ടില്ലെങ്കിലും നമ്മളുടെ എന്താണ് ശരീരം മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശരീരം പ്രവർത്തിച്ചിട്ടില്ല എന്ന് വിചാരിച്ചു, എന്തായാലും വേറൊരു സംഭവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതെന്താണ്? മനസ്സ്.
മനസ്സ് 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 പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? മനസ്സ് എന്താണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ പറയും ഞാൻ ഒരാളെ കൊന്നില്ല എന്ന് പറയും. പക്ഷെ ഞാൻ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ റിമോട്ടിൽ ഇരുന്ന് വേണം എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അല്ലേ? എനിക്ക് ആസൂത്രണം ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അപ്പം എൻ്റെ മനസ്സിൽ ആ ആസൂത്രണം ആദ്യം നടന്നു. അത് കഴിഞ്ഞ് ഞാനത് ഒരാളോട് പറഞ്ഞു, ഒരാളെ ചെയ്യിച്ചു. ഇതിൻ്റെ കർമ്മഫലം ആർക്കാ വരുന്നത്? അവർക്കാണോ എനിക്കാണോ വരുന്നത്? എനിക്ക് തന്നെയാണ് വരുന്നത് അല്ലേ? കാര്യം എന്താണ്? എൻ്റെ മനസ്സാണ് അതിന് വിടുപണി ചെയ്തത്. ചിലപ്പോൾ ഞാനിതെല്ലാം ആസൂത്രണം ചെയ്തു. എനിക്ക് ഈ മനസ്സിൽ ആ വ്യക്തിയോട് വിരോധമായിട്ട് ഞാനിങ്ങനെ ജീവിച്ചു പോന്നാൽ എന്താണ് പ്രശ്നം? ആളെ കൊല്ലുന്നതിനേക്കാളും വലിയൊരു പാപമാണ് എനിക്ക് വന്നത്. കാര്യം മനസ്സ് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് സാധ്യമല്ല എന്നുള്ള കാര്യം ഇവിടെ ഭഗവാൻ പറയുന്നു. നമ്മുടെ ശരീരം നിലനിർത്തണമെങ്കിൽ കർമ്മം ചെയ്യാതെ ഒരിക്കലും നമുക്ക് പറ്റില്ല. അപ്പം മതപരമായ എന്ന് പറയുന്നത് എന്താണ്? മതപരമായ കാര്യങ്ങൾ എന്താണ്? കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഈ 4 ആശ്രമം, 4 വർണ്ണങ്ങൾ, ഇതിലൊക്കെയുള്ള ഈ 4 അപ്പം നമ്മ 12 കാര്യങ്ങളാണ് അല്ലേ? 4 വർണ്ണങ്ങളെ, 4 ആശ്രമങ്ങളെ, പുരുഷാർത്ഥങ്ങൾ. ഇതാണ് നമ്മളുടെ മതഗ്രന്ഥങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലേ? ഒന്നുകിൽ നമ്മൾ അത് ഫോളോ ചെയ്ത് പോരണം, അല്ല എങ്കിൽ ഇപ്പം എന്താണ്? നമ്മൾ ഒരു ഗുരുവിനെ സ്വീകരിച്ചിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സ്വീകരിച്ചിട്ട് പോരണം. അപ്പോൾ ഇത് ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കണം. മറ്റേതെന്ന് പറഞ്ഞാൽ എന്താണ്? ധർമാർത്ഥ കാമമോക്ഷങ്ങളിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പോകുന്നത്? നമ്മൾ 101 പടി കയറിയാണ്, ഒരു 101 നില കെട്ടിടത്തിന് മുകളിലേക്ക് സ്റ്റെപ്പ് കയറിയാണ് പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നതോ എലിവേറ്ററിൽ നേരിട്ട് അവിടെ സ്വിച്ച് ഇട്ട് അവിടെ നേരിട്ട് 101ാമത്തെ നിലയുടെ അവിടെ 5 സെക്കൻഡ് കൊണ്ട് അവിടെ എത്തിച്ചേരുകയാണ് അല്ലേ? 5 സെക്കൻഡ്, അത് എത്ര? 5 മണിക്കൂർ എടുക്കും അല്ലേ? നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വിശ്രമിച്ചു, തളർന്നു, ചിലപ്പം നമ്മുടെ കാലിലും മുട്ടിലും ഒക്കെ എന്താണ് വേദന വന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് പോകും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മോക്ഷത്തിലേക്ക് പോകുമ്പോൾ മാതാജിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരുപാട് ഇങ്ങനെ പ്രതിസന്ധികൾ വരുന്നില്ലേ? അതായത് വീട്ടിൽ സ്വന്തമായിട്ട് പാചകം ചെയ്യാൻ പറ്റുമോ, ഓഫർ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള 100 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലെ സ്റ്റെപ്പ് കയറി പോകുന്ന പ്രോസസ്സാണ്. നമ്മൾ പോകുന്നത് നേരെ എലിവേറ്ററിൽ കൂടെയാണ് അല്ലേ? അപ്പം അതിന് എന്താണെന്ന് അതിൻ്റെ ഭാവാർത്ഥം നമുക്കൊന്ന് നോക്കാം. ആരാണ് ഭാവാർത്ഥം വായിക്കുന്നത്? ശാന്തകുമാരി മാതാജി വായിക്കാൻ പറ്റുമോ? ബുക്ക് എടുത്തിട്ടില്ല പ്രഭു, ഞാൻ ആ, കേൾക്കുന്നുണ്ട് എന്നാ കേട്ടോ. കുഴപ്പമില്ല, പത്മ മാതാജി വായിച്ചോളൂ. കൃഷ്ണ ഭാവാർത്ഥം. ഉന്നതമായ പാരമ്പര്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന കപട യോഗികളും ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി സർവ്വവും ത്യജിച്ചു എന്ന് നടിക്കുന്ന പണ്ഡിതന്മാരും ഏറെ പേരുണ്ട്. അർജുനൻ അത്തരമൊരു കാപട്യക്കാരനാവണമെന്നല്ല, ക്ഷത്രിയർക്ക് വിധിച്ചിട്ടുള്ള ചുമതലകൾ നിറവേറ്റണമെന്നായിരുന്നു ഭഗവാന്റെ അഭിലാഷം. അർജുനൻ ഗൃഹസ്ഥനാണ്, സൈന്യാധിപനുമാണ്. ആ നില വിടാതെ ഒരു ക്ഷത്രിയ ഗൃഹസ്ഥന് വിധിക്കപ്പെട്ടിട്ടുള്ള മതപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. അങ്ങനെയുള്ള വിഹിത കർമ്മങ്ങളാണ് ക്രമേണ ഒരു പ്രാപഞ്ചികന്റെ ഹൃദയം ശുദ്ധീകരിച്ച് ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്നത്. ജീവിതവൃത്തിക്കായിക്കൊണ്ടുള്ള കപട സന്യാസത്തെ കൃഷ്ണനാകട്ടെ ഏതെങ്കിലും മതഗ്രന്ഥങ്ങളാകട്ടെ അംഗീകരിക്കുന്നില്ല. ജീവനും ശരീരവും നിലനിർത്താൻ ഏതൊരാളും കർമ്മം ചെയ്യുക തന്നെ വേണം. ഭൗതിക പ്രവണതകളെ ശുദ്ധീകരിക്കാതെ തന്നിഷ്ടപ്രകാരം ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല കർമ്മം. ഭൗതിക ലോകത്തിലുള്ള ഏതൊരു മനുഷ്യനും പ്രകൃതിക്കുമേൽ അതീശാവകാശം സ്ഥാപിക്കാനുള്ള ഒരവിശുദ്ധ വാസനയുണ്ട്. ഒരു വിധത്തിൽ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാനുള്ള വാസന തന്നെയാണത്. അത്തരം അവിശുദ്ധ വാസനകളെ തുടച്ചു നീക്കേണ്ടതാണ്. വിധിക്കപ്പെട്ട കർമ്മങ്ങളാൽ ആ ശുദ്ധീകരണ പ്രക്രിയ നടത്താതെ ആരും സ്വന്തം പ്രവൃത്തികൾ ഉപേക്ഷിച്ചും അന്യരുടെ ഔദാര്യത്തിൽ ജീവിച്ചും അതീന്ദ്രിയ ജ്ഞാനി എന്ന പേരെടുക്കാൻ തുനിഞ്ഞുകൂടാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പം അർജുനൻ മതാചാരപരമായിട്ട് എന്താണ്? ക്ഷത്രിയന്റെ കടമ ചെയ്താലും മതിയല്ലേ? ക്ഷത്രിയന്റെ കടമ നിർവഹിക്കുക, അല്ലെങ്കിൽ എന്താണ്? ഭഗവാൻ ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് പറയുന്ന ഉപദേശം സ്വീകരിക്കുക അല്ലേ? അപ്പൊ അതുകൊണ്ട്
ഈ സന്യാസം എന്ന് പറയുന്ന ആ ഒരു കപട സന്യാസത്തെ ഒരു മതഗ്രന്ഥങ്ങളും ആ, അനുശാസിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അല്ലേ? സന്യാസം, ഞാൻ അതാണ് പറഞ്ഞത് നേരത്തെ, സന്യാസം ഒന്നും ഇവിടെ കലിയുഗത്തിൽ പറഞ്ഞിട്ടേ ഇല്ല, അല്ലേ? കപട സന്യാസം ഒട്ടും തന്നെ ശരിയാകുന്നതേ അല്ല. അത് നമ്മളുടെ ഒരു മതഗ്രന്ഥങ്ങളും അംഗീകരിക്കുന്നില്ല. ജീവനും ശരീരം നിലനിർത്താൻ ഏതൊരാളും കർമ്മം ചെയ്യുക തന്നെ വേണം. അപ്പൊ കർമ്മം ചെയ്യാതെ ഞാൻ സദാഹരിയായിട്ട് ഞാൻ എന്താണ് ഇവിടെ വീട്ടിലിരിക്കുകയാണ്, ഇനി ഞാൻ നിങ്ങളോടൊക്കെ സദാഹരിയായിട്ട് പറഞ്ഞു, ഞാൻ ഇനി തൊട്ട് പാചകം ഒന്നും ചെയ്യുന്നില്ല. പ്രഭുജി എന്നോട് പറഞ്ഞു, എന്ത് ചെയ്തു, നിങ്ങൾ സദാഹരിയായിട്ടിരിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇനി തൊട്ട് പാചകം ചെയ്യുന്നുമില്ല, മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നില്ല, അടിച്ചു വരുന്നില്ല, വൃത്തിയാക്കുന്നില്ല, വിളക്ക് കത്തിച്ച്, നിങ്ങൾ സദാഹരിയായിട്ട് ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ എത്ര നേരം സദാഹരിയായിട്ട് ഇരിക്കാൻ പറ്റും? ആരെങ്കിലും വെള്ളം കുടിച്ചില്ലേ കുറേ ദിവസം കഴിയുമ്പോൾ എന്താണ്, അവിടെ വീണ് പോകും, അല്ലേ? അപ്പം അതിനെ എന്താ, ശ്രീനിവാസൻ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാം കണ്ടതാണ്, അല്ലേ? ആ സിനിമയിൽ കാണിക്കുന്ന പോലെ ആ ഒരു സന്യാസം പോലെ നമ്മൾ കണ്ടാൽ മതി. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ഭഗവാനിലേക്ക് അർപ്പിച്ചിട്ട് ആ സദാസമയം കൃഷ്ണാർപ്പണമായിട്ട് ചെയ്യാനായിട്ട്, അതായത് കൃഷ്ണ ഭാവനാമൃതത്തിൽ ജീവിച്ച് ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലേ? കർമ്മം എന്ത് വേണേലും ആയിക്കോട്ടെ. എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത അനുശാസനങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മമാകാം, അതായത് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം. അല്ലാതെ ഒരാളെ കൊല്ലുന്നതൊരു കർമ്മമാണ് എന്ന് പറഞ്ഞിട്ട് അർജുനനോട് ഭഗവാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ കൊല്ലാനായിട്ട് വിധിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് പറഞ്ഞ സാഹചര്യവും കാരണങ്ങളും ഇതെല്ലാം ഓർത്തിട്ട് വേണം. ചിലരിങ്ങനെ ഇത് ഭഗവാൻ ലൈസൻസ് തന്നിരിക്കുകയാണ് കൊല്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, കൂവി നിലവിളിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ചെന്നിട്ട്, അല്ലേ? കൊല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അവരൊക്കെ നിങ്ങൾ ആലോചിക്കണം, നമ്മളുടെ ഓരോരുത്തരുടെയും മതപരമായ ഇതിൽ പറഞ്ഞിട്ടുള്ള അനുശാസിച്ചിട്ടുള്ള കർമ്മങ്ങൾ നമുക്ക് ചെയ്യാം, അല്ലേ? ഒരു സൈനികൻ അവിടെ ഇരിക്കുക, തീവ്രവാദികൾ വരുമ്പോഴത്തേനും എന്താണ്, ആരെയും കൊല്ലാൻ പാടില്ല, അഹിംസ പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്താണ്, അയാളുടെ ജീവൻ ഇന്ന് നിപ്പിൽ തെക്കോട്ടെടുക്കുന്നതാണ്, അല്ലേ? ഇപ്പൊ സൈനികൻ ഒരാളെതിരെ വന്നു കഴിഞ്ഞാൽ അയാൾ ഒരു മനുഷ്യനല്ലേ എന്ന് പറഞ്ഞിട്ട് അത് കൊല്ലുന്നത് പാപമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? അതായത് അപ്പൊ ഒരു ബ്രാഹ്മണനെ കൊണ്ടുപോയിട്ട് ഒരു സോൾജിയർ ആക്കി അവിടെ നിർത്തുവാണെന്നുണ്ടെങ്കിൽ ഇത്തെ അവസ്ഥയാണ് ഇപ്പൊ കണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ഈ 4 വർണ്ണങ്ങളിൽ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു, അല്ലേ? അതുപോലെ തന്നെ ഒരു ബ്രാഹ്മണനെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇത് വാണിജ്യത്തിനും ഗോരക്ഷയ്ക്കും ആക്കി. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് 10 പേർക്ക് എടുത്ത് കുറച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, കുറച്ച് സംസ്കൃതം ഇതൊക്കെ അറിയാമായിരിക്കും. പക്ഷെ പശുവിനെ കറക്കാൻ അറിയത്തില്ല. പശു തൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് തെറിച്ച് ദൂരെ പോയി കിടക്കും, അല്ലേ? എന്നാൽ കഴിഞ്ഞാൽ പുല്ല് പറിക്കാനാണ്, 2 പുല്ല് പറിച്ച് കഴിയുമ്പോൾ കയ്യിൽ ഒരു തൊട്ടാവാടി കൊണ്ടിട്ട് അദ്ദേഹം അത് നിർത്തിയിട്ട് പോരും. അപ്പോൾ അതാണ് ഓരോ വർണ്ണത്തിലും മതാചാരപ്രകാരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവനവനെ അനുഷ്ഠിച്ച് ആ ഒരു ലെവലിൽ മുന്നോട്ട് പോകാം. അപ്പൊ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ശൂദ്രന് പോലും ബ്രാഹ്മണനാകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ബ്രാഹ്മണനും എന്താണ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. കാര്യം അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികള് ഭഗവാനിൽ അർപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ വർണ്ണം, ആശ്രമം, അതുപോലെ നമ്മൾ പറഞ്ഞ പുരുഷാർത്ഥം, ഇതിൽ നിന്നൊക്കെ എന്താണ് കരകയറാൻ സാധിക്കും. ഈ കെട്ടുപാടുകളിൽ നിന്ന്, ഈ നൂലാമാലകളിൽ നിന്ന് നമുക്ക് കരകയറാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന വളരെ ഈസി പ്രോസസ്സാണ്. ഒന്നെടുത്തു കഴിഞ്ഞാൽ 2 അല്ല, ഇവിടെ 4 ഫ്രീ ആണല്ലേ. ഈ ആശ്രമങ്ങളെ എല്ലാം തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. വളരെ സൂപ്പർ ഫാസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലേ? അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവർ മാത്രമേ കലിയുഗത്തിൽ സങ്കീർത്തന പ്രസ്ഥാനം ഫോളോ ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. ആ ശ്ലോകം ഏതായിരുന്നു? ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. മാതാജിക്ക് ഞാനത് എഴുതി തന്നാണ്, ജ്ഞാനാംബിക മാതാജി. അതുകൊണ്ട് ജ്ഞാനാംബിക മാതാജിയോട് തന്നെ ചോദിക്കാം. ഞാൻ എഴുതി തന്നിട്ടുള്ളതാണ്, ഞാൻ ഓഫീസിൽ ഇരുന്ന് കുത്തിയിരുന്ന് എഴുതി തന്ന. ഓർക്കുന്നില്ല പ്രഭു, ഓർക്കുന്നില്ല, എല്ലാം വായിച്ചു. എന്റെ ഒരു കൃഷ്ണവർണം തുഷാകൃഷ്ണം സാങ്കോപാങ്കാസ്ത പാർഷദം യജ്ഞേ സങ്കീർത്തന പ്രായേ യജന്തസി സുമേധസ. സുമേധസ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ളവർ. ആരാണ് കൃഷ്ണവർണം? കൃഷ്ണന്റെ വർണ്ണത്തിൽപ്പെട്ടാന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ ഗോത്രത്തിൽപ്പെട്ടാണ്, അതായത് കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണവർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷാൽ കൃഷ്ണൻ തന്നെ. തുഷ ആകൃഷ്ണം, പക്ഷെ കണ്ടു കഴിഞ്ഞാലോ ആകൃഷ്ണമായിട്ടാണ് വരുന്നത്. എന്താണ്?
കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകൃഷ്ടം. സ്വർണവർണം. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കറുത്ത നിറം. ആ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സ്വർണവർണം. അപ്പൊ കൃഷ്ണവർണം തുഷ ആകൃഷ്ണം സാങ്കോ പാങ്കാസ്ത പാർഷദം. അദ്ദേഹം എന്താണ്? അനുചരന്മാരോടും അതായത് പാർഷദന്മാരോടു കൂടിയും ആയുധങ്ങളുമായിട്ടാണ് വന്നിവിടെ അവതരിച്ചത്. ആയുധങ്ങളോ? അപ്പൊ ഇദ്ദേഹത്തിന്റെ ആയുധം എന്താണ്? ഹരിനാമജപം. ഹരിനാമ സങ്കീർത്തനം എന്ന ആയുധം. ഹരിനാമജപം. ഹരി എന്ന് പറഞ്ഞ എല്ലാവരെയും ഹരിക്കുന്നതാണ് അല്ലേ? വെട്ടിത്തെളിച്ച് ക്ലീൻ ആക്കുന്ന സംഭവമല്ല. ഹരിക്കുക, എല്ലാം വെട്ടിക്കുറയ്ക്കുക അല്ലേ? നമ്മൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ഡിവൈഡഡ് ബൈ 2 എന്താണ്? 10നെ പെരുക്കി എന്താക്കി? 5 അല്ലേ? നേർ പകുതിയാക്കി അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ അതെല്ലാത്തിനെയും ഹരിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ ഈ സംഭവം? സാങ്കോപാംഗ യജ്ഞ സങ്കീർത്തന പ്രായേ, സങ്കീർത്തന യജ്ഞമാകുന്ന ആ ഒരു കാര്യം ആണ് ഇദ്ദേഹം വിഭാവന ചെയ്തത് അല്ലേ? യജന്തസി സുമേധസ, കലിയുഗത്തിൽ ബുദ്ധിയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ആണ് ഈ സങ്കീർത്തന പ്രസ്ഥാനം വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ അവതാര പുരുഷനായ സാക്ഷാൽ ഭഗവാൻ തന്നെയായിട്ടുള്ള ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് ഈ ശ്ലോകം പറയുന്നത് അല്ലേ? കൃഷ്ണവർണം തുഷ ആകൃഷ്ണം സാങ്കോ പാങ്കാസ്ത പാർഷദം. അതായത് കയ്യിൽ ആയുധങ്ങളുമായിട്ടും പാർഷദന്മാരുമായിട്ടാണ് വന്നത്. പക്ഷെ മറ്റുള്ള അവതാരങ്ങളിലെല്ലാം ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ശ്രീരാമചന്ദ്രനായിരുന്നപ്പോ അമ്പുമില്ലും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ശ്രീകൃഷ്ണനായപ്പോ സുദർശനം ഉണ്ടായിരുന്നു അല്ലെ? ഇവിടെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആയുധം എന്തായിരുന്നു? സങ്കീർത്തനം. ഹരിനാമ സങ്കീർത്തനമായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധം. യജ്ഞ സങ്കീർത്തന പ്രായേ, അതായത് സങ്കീർത്തന യജ്ഞമാകുന്ന ഇതാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. നാമസങ്കീർത്തന യജ്ഞം. യജന്തസി സുമേധസ, കലിയുഗത്തില് ബുദ്ധിമതികളായിട്ടുള്ള ആൾക്കാർ ഇത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ബുദ്ധിയില്ലാത്തവരാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ അവരെ കണ്ടൊന്ന് ചിരിക്കുക അല്ലേ? ബുദ്ധി ഉള്ളവരായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഷോർട്ട് കട്ടിൽ വന്നിരിക്കുന്നത്. അല്ലാത്തവര് ഈ പ്രോസസ്സ് വഴി കറങ്ങി 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 നടക്കും അല്ലേ? അത് ഉറപ്പല്ലേ? അപ്പം യജന്തസി സുമേധസ. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ പോവാണ്. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചരാം. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചരാം. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചരാം. ഹരേ കൃഷ്ണ. നമുക്ക് ഇത് കൃഷ്ണകുമാരി മാതാജി. കൃഷ്ണകുമാരി മാതാജി മാതാജി പോയോ? ഉറങ്ങിയോ മാതാജി? കാണുന്നില്ല. ലൈല മാതാജി കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. ഹരേ കൃഷ്ണ. ശാന്തമൂലി മാതാജിക്ക് ബുക്ക് കിട്ടിയോ? വായിക്കട്ടെ. ഞാൻ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. യജ്ഞാർത്ഥാൽ കർമ്മണോ അതർദ്ധ ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. ഹരേ കൃഷ്ണ. പൊന്നമ്മ മാതാജി ഞാൻ അപ്പോഴേക്ക് പോയിട്ട് വഴിയില്ല, വീട് എത്തുന്നേ ഉള്ളൂ. ഞാൻ കേട്ടോണ്ട് വരുക. ഹരേ കൃഷ്ണ. വീട്ടിലെത്തിയില്ല, റോഡാ. മാതാജി കുറെ നേരമായിട്ട് നടക്കുന്ന കാണുന്നുണ്ട്. ഞാനോർത്ത് മുറ്റത്തൂടെ നടക്കുന്നതായിരിക്കും. ജോലി കഴിഞ്ഞ് വരുവാന്ന് അറിയത്തില്ലായിരുന്നു. ഓക്കെ മാതാജി, സാരമില്ല. ഹരേ കൃഷ്ണ. ഞാൻ നടന്നു വരുവല്ലേ, ഇപ്പൊ വെച്ചു ഓർത്തു 6:30-ക്കാണോ, അപ്പൊ അത് ഇട്ടുകൊണ്ട് വരുവാ.
അത് കാരണം ലൈറ്റ് ഓൺ ആക്കി, എന്നാലും വഴി ലൈറ്റ് ഉണ്ട്. ഹരി ഓ ഹരേ കൃഷ്ണ. ഹരേ സൂക്ഷിച്ച് കൃഷ്ണ. നടക്കുക എന്തായാലും മാതാജി, തട്ടി വീഴരുത് ഒരിടത്ത്. ഹരേ കൃഷ്ണ. ഇല്ല, ഇവിടെ എത്തി. വീട് ഹരേ കൃഷ്ണ. ഹരേ ലൈറ്റ് ഉണ്ട്, ഒരു വീട് കൂടെ ഉള്ളു. എത്തി. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ ഉണ്ട്. ഇപ്പൊ എത്തും. ഹരേ കൃഷ്ണ. അപ്പൊ എടുക്കാനുള്ള ഒരു നമ്മളപ്പോ അതിന്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണിത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോണം, എല്ലാവർക്കും ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രയോജനപ്പെടും. യജ്ഞാർത്ഥാത് യജ്ഞത്തിനായിക്കൊണ്ട് അല്ലെങ്കിൽ വിഷ്ണുവിനായിക്കൊണ്ടല്ലോ. പിന്നെ കർമ്മണ കർമ്മത്തിൽ നിന്ന് അന്യത്ര വേറെയുള്ള അയം ലോകഃ ഈ ലോകം കർമ്മബന്ധനഃ കർമ്മബന്ധിതനാകുന്നു. കൗന്ദേയ ഹേ കൗന്ദേയ മുക്തസംഗ സംഘം ത്യജിച്ച് തദർത്ഥം വിഷ്ണുവിനായിക്കൊണ്ട് കർമ്മത്തെ സമാചാര അനുഷ്ഠിക്കുക. അപ്പം ഇവിടെ ഇതിന്റെ വിവർത്തന ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത് ജയ ശ്രീല പ്രഭാത്. കർമ്മം വിഷ്ണുവിനായിട്ടുള്ള യജ്ഞമെന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തെ കൂടുതൽ ബന്ധിക്കുകയുള്ളൂ. കുന്തിപുത്ര, നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നെന്നും ബന്ധമുക്തനായിരിക്കാം. അപ്പം നമ്മൾ ഈ കർമ്മം എന്ന് പറഞ്ഞ ബന്ധനസ്ഥനാക്കിയിട്ടിരിക്കുകയാണ്, നമ്മളെ മനസ്സിലായി കെട്ടിവരിഞ്ഞിട്ടിരിക്കുകയാണ് ഈ കർമ്മങ്ങൾ. നമുക്കൊരിക്കലും ഈ കർമ്മകാണ്ഡയിൽ നിന്ന് ഉയർന്ന് പോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എന്താണ് നമ്മൾ ഭാഗവത കീർത്തനത്തിൽ കേട്ടിട്ടുള്ള എന്താണ്? കെട്ടുകളായത് കർമ്മം പുരുഷന്, കെട്ടുകളറ്റ് മുക്തി വരൂ ദൃഢം, കെട്ടുകളോ ഫലഭുക്തിയാതീരും കെട്ടായിനിയും നാരായണ ജയ. എന്താണ്? ഒരു പുരുഷന്റെ കർമ്മം അതിനെ കെട്ടുകളായിട്ട് ഇങ്ങനെ വലിഞ്ഞ് മുറുക്കിയിട്ടിരിക്കുകയാണ് അല്ലെ. കെട്ടുകളായത് കർമ്മം പുരുഷൻ, കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം. ഈ കെട്ടുകൾ പൊട്ടിച്ചാൽ മാത്രമേ മോക്ഷമാർഗം അല്ലെങ്കിൽ മുക്തി കിട്ടുള്ളൂ. കെട്ടുകളോ ഫലഭുക്തിയാതീരും. എങ്ങനെയാണ് ഈ കെട്ടുകൾ എങ്ങനെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും? ഫലകാംക്ഷ ഇല്ലാതെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഈ കെട്ടുകളൊക്കെ പൊട്ടികൾ, അല്ലെങ്കിൽ അത് വീണ്ടും കെട്ടായി തന്നെ കിടക്കും. എത്ര നന്നായിട്ടാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അത് പറഞ്ഞിരിക്കുന്നത്. കെട്ടുകളായത് എത്ര നല്ല വരികളിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. ഒരു സംസ്കൃതവും കൂടാതെ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. നമ്മളെ കൊണ്ട് ഒരു ലൈൻ എഴുതാനായിട്ട് സാധിക്കുമോ? നമ്മൾ രാമായണത്തിലൂടെ പോയപ്പോൾ അദ്ദേഹത്തിന്റെ എത്ര നല്ല ഭാഷാശൈലി നമ്മൾ കണ്ടു അല്ലേ. ഭയങ്കരമായിട്ടിരിക്കുന്നു. അപ്പം രതിദേവി മാതാജിക്ക് നമ്മൾ പറഞ്ഞ ആ വൃത്തത്തിന്റെ ഇത് കിട്ടിയായിരുന്നോ? കാകളിയുടെ ലക്ഷണം ആർക്കാ അറിയാൻ പറ്റുന്നേ? രണ്ടും മൂന്നും മൂന്നും രണ്ടും പ്രഭു, അതെനിക്കറിയാം. ശ്രദ്ധകാകളി അല്ലല്ല, അതൊക്കെ അങ്ങനെയല്ലേ മഞ്ചരി, അതെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. രണ്ടും രണ്ടും മൂന്നും അത് കേകയാ. അത് കേകയാ. മറ്റേ ഏതാണ് പറയുന്നത്? രൂപകം എന്ന് പറയുന്നത് അലങ്കാരമാണ്. അത് അവർണ്യത്തോട് വർണ്ണ്യത്തിന് അഭേദം ചൊൽക രൂപകം. അതെല്ലാം ഒരെണ്ണം മാത്രം കിട്ടിയില്ല. കാകളി, മഞ്ചരി നമ്മളെല്ലാരും പറഞ്ഞു. പക്ഷെ അത് മഞ്ചരിയാണ് പറഞ്ഞത് ആദ്യം. കാകളിയാ കിട്ടാഞ്ഞേലും പിന്നെ അത് ഞാനങ്ങ് വിട്ടുപോയി സത്യം പറഞ്ഞു. എനിക്ക് കിട്ടി മാതാജി. ഞാനത് ഉറക്കത്തിൽ ഇങ്ങനെ ഈ ചെറിയൊരു മയക്കത്തിൽ ഇങ്ങനെ കിടന്ന സമയത്ത് എനിക്കത് കിട്ടി. കാര്യം എന്റെ നാവിലിരിക്കുന്ന സംഭവം അന്ന് എനിക്ക് കിട്ടിയില്ല. മാത്രമേ 5 അക്ഷരം 3-ൽ വരുന്നോരു ഗണങ്ങളെ 8 ചേർത്തുള്ളി ചൊല്ലാം കാകളി എന്നത്. തായി ഇതിനകത്തൊന്നും ഇരിക്കുന്നില്ല. ഞാനത് ഒപ്പിച്ചു. അന്ന് എന്തുകൊണ്ടാ എനിക്ക് നമ്മളെ ഈ അലങ്കാരവും വൃത്തവും എല്ലാം പഠിച്ചപ്പോഴത്തേനും എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്ന ആ നല്ല വരികളിൽ കൂടെ പോയപ്പം രാമായണത്തില് പോയപ്പോ നമ്മൾ വൃത്തവും അലങ്കാരവും എല്ലാം പറഞ്ഞു. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. അതുപോലെ നമ്മൾ ഏത് കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വൃത്തത്തിലെ അലങ്കാരത്തിലേക്കും പോയത്? പിന്നെ ചന്ദ്രന്റെ ശീതളമ കണ്ടിട്ട് സീതാദേവിയുടെ ഗോത്രജി അല്ലേ? അതെന്തായിരുന്നു ആ ലൈൻ ഓർക്കുന്ന മാതാജി? പിന്നെ അത് തഴുകി തിരിച്ചു വന്ന് എന്നെയും കൂടെ തഴുകി കൊണ്ടുപോകാൻ ശ്രീരാമൻ പറയുന്നതാണ്. ആ വരികള് എന്റെ നാവിലിരുന്ന വരികളാണ് കണ്ടോ. അപ്പം ഓർക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കുണ്ട് ഭൗതിക ശക്തിയുടെ ആ ഒരു ഇത്. അപ്പൊ അതുകൊണ്ട് നമ്മളെന്താണ് പറയുന്നത്? ഈ കർമ്മത്തിൽ നിന്ന്
എങ്ങനെയും കെട്ട് പൊട്ടിച്ച് പുറത്തിറങ്ങണം അല്ലേ? അല്ലെങ്കിൽ അത് വീണ്ടും കെട്ടായി കെട്ടായി ഇങ്ങനെ കുടുങ്ങി 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 നമ്മളിവിടെ കിടക്കും. ഇത് അപ്പോൾ നമുക്ക് മനസ്സിലായി കർമ്മം ആർക്ക് വേണ്ടിയിട്ടുള്ള ഏം, യജ്ഞം എന്ന നിലയിൽ യജ്ഞം എന്ന് പറഞ്ഞ യജ്ഞ എന്നുള്ള പേരിന്റെ അർത്ഥം തന്നെ വിഷ്ണു എന്നാണ് അല്ലേ? വിഷ്ണു. കർമ്മമൊക്കെ വിഷ്ണുവിനായിട്ടുള്ള യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കണം. നമ്മൾ സാധാരണഗതിയിലുള്ള ഒരു ഭഗവത്ഗീത എടുത്ത് കഴിഞ്ഞാൽ വിഷ്ണു എന്നുള്ള പേര് കാണത്തില്ല, യജ്ഞന്നേ കാണത്തുള്ളൂ. അപ്പം യജ്ഞ എന്ന പേരിന്റെ അർത്ഥം വിഷ്ണു എന്നാണ്. കണ്ടോ അവിടെ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത്. കർമ്മം ഉണ്ടോ? വിഷ്ണുവിനായിട്ടുള്ള യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പല ഭഗവത്ഗീതയിൽ ഇവിടെ വിഷ്ണു എന്നുള്ള കാര്യം അവർ പറയുന്നില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഈ പറയുന്ന ഈ ഭോക്താരാം യജ്ഞതപസ്സാമല്ലേ ഭഗവാൻ, എല്ലാ ഭോഗങ്ങളും ഭുജിക്കുന്ന ആളാണ്. അപ്പം ഒരു പ്രാവശ്യം ഭഗവാൻ ഈ ഭോഗങ്ങളൊന്നും സ്വീകരിക്കാനായിട്ട് ഇന്ദ്രൻ ഇല്ലാത്തിരുന്ന അവസ്ഥ വന്നു. ഇന്ദ്രൻ അല്ലേ? ഇപ്പൊ ബ്രഹ്മാവിന്റെ എത്രാമത്തെ ദിവസം ഏതാ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എത്രാമത്തെ കൽപ്പത്തിലാണ് നമ്മൾ? ഇപ്പോഴത്തെ ബ്രഹ്മദേവന്റെ പേരെന്താണ്? വൈരാജൻ. വൈരാജൻ എന്ന് പറയുന്ന ആളാണ് ഇപ്പോഴത്തെ ബ്രഹ്മദേവൻ. അദ്ദേഹത്തിന്റെ എത്ര ദിവസമായി? 100 വയസ്സാണ് അദ്ദേഹത്തിന്റെ ആയുസ്. എത്രാമത്തെ ദിവസമാണ്? 51 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ. അപ്പൊ ഓരോ കൽപ്പത്തിലും വന്നിട്ടുള്ള 51ാമത്തെ കൽപ്പത്തിലുള്ള കലിയുഗത്തിലാണ് അദ്ദേഹത്തിന്റെ 51ാമത്തെ വയസ്സിലുള്ള കലിയുഗത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇനി അദ്ദേഹത്തിന് എത്രയാണ്? 10-49 വയസ്സും കൂടെ കൂടി മുന്നോട്ട് പോകാനുണ്ട്. അപ്പൊ എത്ര ആണ് ഒരു ബ്രഹ്മദേവന്റെ ആയുസ് എന്ന് നോക്കിയല്ലേ? അപ്പം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കൽപ്പത്തിൽ, അത് ഏത് മനുവിന്റെ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ മനു എത്രാമത്തെ മനുവാണ്? 7ാമത്തെ മനുവാണ് അല്ലെ? സ്വയംഭൂ മനു. സ്വയംഭൂ മനുവിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഏതോ ഒരു മനുവിന്റെ, വൈവസ്വത മനുവാണോ അതോ അങ്ങനത്തെ കുറെ മനുക്കളുണ്ടല്ലേ? മനുക്കളുടെയൊക്കെ പേര് എനിക്ക് അറിയാമായിരുന്നു, ഞാൻ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇവിടെ ഒന്നും ഓർമ്മയില്ല. അപ്പൊ അങ്ങനെയുള്ള ഏതോ ഒരു മനുവിന്റെ ഒരു കാലഘട്ടത്തില് ഇതേപോലെ ഇന്ദ്രനായിട്ട് ആരും ഇല്ലാതെ പോയി. ഇന്ദ്രനായിട്ട് പദവി ഏറ്റെടുക്കാൻ. ഇനി അടുത്ത ഇന്ദ്രൻ ആരാണ്? ഇപ്പോഴത്തെ ഇന്ദ്രൻ പോയി കഴിഞ്ഞാൽ മഹാബലി. മഹാബലി. അതുപോലെ അടുത്ത ബ്രഹ്മദേവൻ ആരാണ്? അതറിഞ്ഞൂടാ. ഹനുമാനാണ്. ഹരിബോൾ. ഇതാരാണ് പറഞ്ഞേ? ഞാനാ പറഞ്ഞു. പത്മനാഭ. എപ്പോഴോ പറഞ്ഞ പോലെ. ഞാൻ പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം ഇല്ലാതായി പോയി. ഈ പറയുന്ന യജ്ഞം സ്വീകരിക്കാനായിട്ട് ഈ ഇന്ദ്രൻ ഇല്ലാതായി പോയി. ഇന്ദ്രൻ ഇതേപോലെ ഭയങ്കര ഒരു പേഴ്സണൽ ഈഗോ ഒക്കെ ഉള്ള ആളാണല്ലോ അല്ലേ? ഇതുപോലെ തന്നെ നന്ദഗോപരും അങ്ങനെ പ്രജയിലുള്ള ആൾക്കാരൊക്കെ ഈ മഴ പെയ്യാനായിട്ട് ഇന്ദ്രനെ ഇങ്ങനെ യാഗം ചെയ്ത് ഇന്ദ്രൻ വിചാരിച്ചു ഇന്ദ്രനാണ് ഭോക്താവുന്നല്ലേ? അങ്ങനെ ഒരു പ്രാവശ്യം ഭഗവാൻ പറഞ്ഞു അങ്ങനെ ഇന്ദ്രന് കൊടുക്കണ്ട. ഭഗവാൻ അറിയാലോ ഞാനാണ് ഇതിന്റെ ഭോക്താവെന്ന്. അപ്പൊ ഭഗവാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഗോവർദ്ധന പർവ്വതത്തിന് കൊടുക്കുക. ഗോവർദ്ധന പർവ്വതത്തിനോട് നന്ദി കാണിക്കണം. കാര്യം ഈ പശുക്കളൊക്കെ തിന്ന് കൊഴുക്കുന്നതാണ് പർവ്വതത്തിന്റെ താഴ്വരയിൽ നിന്നാണ്. പർവ്വതമാണ് ഈ മഴ തടഞ്ഞു നിർത്തിയിട്ട് മഴ പെയ്യ്ക്കുന്നത്. ഇപ്പൊ മറ്റുള്ള 33 കോടി ദേവന്മാർക്ക് അവരുടെ കർത്തവ്യങ്ങളുണ്ടല്ലേ? മഴ നമ്മൾ യജ്ഞം ചെയ്താലും ഇല്ലെങ്കിലും അവർ മഴ പെയ്യിച്ചിരിക്കണം. അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് അല്ലേ? ഇപ്പൊ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് നമ്മൾ കൈക്കൂലി കൊടുത്തില്ലെന്ന് മന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാണ്ട് സാധ്യമാണോ? വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു അയാൾക്ക് കൈക്കൂലി കൊടുത്തില്ല എങ്കിൽ അയാൾ സ്കൂളുകളെല്ലാം പൂട്ടി പോകുന്നു പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ അല്ലേ? കുറെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ വരുമായിരിക്കും, നമുക്കറിയത്തില്ല. ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഇല്ലാതിരുന്ന സമയത്ത് ഭഗവാൻ തന്നെ യജ്ഞ എന്നുള്ള അവതാരം എടുത്തു വന്നു. ഈ പറഞ്ഞ പോലെ യജ്ഞ ശിഷ്ടങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ യജ്ഞ എന്നുള്ള അവതാരം എടുത്തു വന്നു. ഭഗവാൻ തന്നെ. അത് കൃത്യമായിട്ട് ഏത് കൽപ്പത്തിലാണ് ബ്രഹ്മദേവന്റെ, ഏതായിരുന്നു ആ സമയത്തെ മനു, ഏത് മനു ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്നുള്ളത് ഒന്നിനെ പറ്റി എനിക്കിപ്പം ഓർമ്മയില്ല. അപ്പം അത് പിന്നീട് എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ പറയാം. ഞാൻ ഈ ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പില് മനോഹർ ഗരുദാസ് പ്രഭുവിന്റെ ചോദ്യോത്തര വേളയിൽ പലതും ഇതിനെ പറ്റിയൊക്കെ പ്രതിപാദിച്ചു പോകുന്നുണ്ട്. നിങ്ങളതെല്ലാം ഇരുന്ന് വായിക്കണം, ചോദ്യോത്തരങ്ങളൊക്കെ. എന്നിട്ട് അതിൽ നിന്ന് സംശയമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രഭുവിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യമായിട്ട് എനിക്ക് ഇട്ട് തരണം, ടൈപ്പ് ചെയ്ത് മലയാളത്തിൽ. എന്നിട്ട് നമുക്കത് പ്രഭുവിനോട് ചോദിച്ചിട്ട് ഉത്തരം എനിക്ക് അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാനത് പ്രഭുവിന് ഇട്ട് കൊടുത്ത് ആൻസർ മേടിക്കാം.
ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കർമ്മം എന്ന് പറയുന്ന വിഷ്ണുവിനായിട്ടുള്ള യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കണം, അല്ലേ? പിന്നെ അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിപ്പിക്കതേയുള്ളൂ. അത് കെട്ടാ ഇനിയും നാരായണ ജയ, അത് വീണ്ടും വീണ്ടും കെട്ട് കെട്ട് മുറുക്കി മുറുക്കി ഭൗതിക ലോകത്തോട് കൂടുതൽ കൂടുതൽ ബന്ധിപ്പിക്കതേയുള്ളൂ. അതായത് ഈ പറയുന്ന ഒരു നൂലില് ഈ മുത്തുമണികൾ എന്ന പോലെ ഇങ്ങനെ നമ്മളെ ബന്ധിപ്പിച്ചിട്ടിരിക്കുകയാണ്, അതല്ലേ? കെട്ട് കണക്കിന് ബന്ധിപ്പിച്ചിട്ടിരിക്കുകയാണ്, അല്ലേ, ഈ പറയുന്ന കർമ്മങ്ങൾ. അപ്പൊ അതുകൊണ്ട് കുന്തിപുത്ര, നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ. അപ്പൊ നിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല നീ നിർവഹിക്കേണ്ടത്. നീയല്ല പ്രൊപ്പറേറ്റർ. ഭോക്താവ് ആരാണ്? ഭോക്താരാം യജ്ഞ തപസ്സാം, ഞാനാണ് എല്ലാത്തിൻ്റെയും ഭോക്താവ്. അപ്പൊ അതുകൊണ്ട് നിന്റെ കർമ്മങ്ങളെയെല്ലാം എന്താണ് എന്റെ തൃപ്തിക്കായിട്ട് വേണ്ടിയിട്ട് നിർവഹിക്കൂ. അങ്ങനെ ചെയ്താൽ എന്നും നിനക്ക് ബന്ധമുക്തനായി തീരും. അപ്പൊ ആ കർമ്മങ്ങൾക്ക് ഫലം ഉണ്ടാവുമോ? ഈ ഉദ്യമത്തിൽ ലാഭമോ നഷ്ടമോ ഉണ്ടോ? ഇല്ല, അല്ലേ? നമ്മൾ കണ്ടില്ല, നേഹാഭിക്രമ നാശോസ്തി എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം കണ്ടല്ലേ? സ്വല്പം അല്പസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം നമ്മൾ പഠിച്ചായിരുന്നു 2ാമത്തെ അധ്യായത്തിൽ, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മള് കുന്തിപുത്ര നിങ്ങളുടെ ഭഗവാന്റെ സംതൃപ്തിക്കായിട്ട് നിർവഹിക്കുക. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നെന്നും ബന്ധമുക്തനായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. നിനക്ക് എന്താണ് യാതൊരു തരത്തിലുള്ള ബന്ധനങ്ങളും ഉണ്ടാകില്ല. ആ കർമ്മത്തിനു ഒരു ഫലവും ഇല്ല. ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്ന കർമ്മം അകർമ്മം, അല്ലേ? അകർമ്മമാണെങ്കിൽ എന്താണ്? ആ കർമ്മത്തിന് ഫലമില്ല. അല്ലാതെ നല്ലത് ചെയ്താലും മോശം ചെയ്താലും അതിനൊക്കെ ഫലമുണ്ട്. നല്ല കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നല്ലത് കിട്ടും, മോശം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ മോശം കിട്ടും, അല്ലേ? ചിലപ്പോൾ മോശം ചെയ്താൽ ഹെല്ലിഷ് പ്ലാനറ്റിലേക്ക് പോകേണ്ടി വരും, നല്ലത് ചെയ്താൽ ഹെവൻലി പ്ലാനറ്റിലേക്ക് പോകേണ്ടി വരും. ഹെവൻലി പ്ലാനറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ? അവിടെ ഹൂറികൾ, അപ്സരസുകൾ, അവിടെ സോമരസം, അങ്ങനെയുള്ള പല സംഭവങ്ങളും കിട്ടിക്കഴിയുമ്പോൾ എന്താണ്? നമ്മൾ അതിനടിമയായി പോയി വീണ്ടും താഴേക്ക് ജനിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നല്ലത് ചെയ്താലും പ്രശ്നം, മോശം ചെയ്താലും പ്രശ്നം. നല്ലത് ചെയ്താലും നമ്മൾ കുറെ ദാനമൊക്കെ ചെയ്തു, പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്, അല്ലേ? നമ്മൾ ആരാണ് നമ്മളുടെ അടുക്ക ദാനം വരുന്നത്? ഏതെല്ലാം തരത്തിലുള്ള ദാനങ്ങളാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്? പ്രത്യേകിച്ച് വൈഷ്ണവർക്ക് ഏതെല്ലാം ദാനങ്ങളാണ് നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്? ഇതിന് തന്നെ ഒരു ക്ലാസ് തന്നെ എടുക്കേണ്ടി വരും. ക്ലാസ് എടുക്കാണ്ട് എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് ചെയ്യാവുന്നത് എന്താണ്? തുളസി ഒരാൾക്ക് ദാനം ചെയ്യാം. തുളസി ഒരു ചട്ടിയിലൊക്കെ ആക്കി നല്ല വളർത്തിയ ഒരു തുളസി ഒരാൾക്ക് ദാനം ചെയ്യാം, ഇല്ലാത്ത ഒരാൾക്ക് ദാനം ചെയ്യാം. പിന്നെ എന്താണ്? തുളസിക്ക് ജലദാനം ചെയ്യാം. പിന്നെ അടുത്തത് എന്താണ്? ഗോദാനം ചെയ്യാം. ഒരാൾക്കൊരു പശുവിനെ വാങ്ങിച്ചു കൊടുക്കുക. അതായത് ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരാൾക്ക് കഴിയാനൊക്കെ നിവൃത്തിയില്ലാത്തവർക്കാണ് ഒരു പശുവിനെ മേടിച്ച് അവരുടെ ജീവിതവൃത്തിക്ക് വേണ്ടി ദാനം ചെയ്യുക. പിന്നെ എന്താണ്? ഒരു ഗോശാലയിൽ പോയി ഒരു പശുവിനെ ദത്തെടുക്കുക, അല്ലേ? ഒരു പശുവിനെ ദത്തെടുക്കുക. ഞാൻ ഇതിന് 1 വർഷത്തേക്ക് അല്ലെ 2 വർഷത്തേക്ക് 5 വർഷത്തേക്കുള്ള ഇതിന്റെ ഭക്ഷണത്തിനുള്ള ഇത് ഞാൻ അയച്ചു തന്നുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ അതിന് ഭക്ഷണം മേടിച്ചു കൊടുക്കുക, അതിന് പരിപാലിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ ഗോദാനം ചെയ്യുക, അതുപോലെ തന്നെ ഗോവിന് അന്നദാനം ചെയ്യുക. പിന്നെ എന്താണ്? നമ്മളൊരു ബ്രാഹ്മണന്, ശരിയായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ വൈഷ്ണവന് വസ്ത്രദാനം, പിന്നെ അദ്ദേഹത്തിന് അന്നദാനം, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ദാനങ്ങളൊക്കെ നിഷ്കൃഷ്ടമാണ്. അതിന് പ്രതിപ്രവർത്തനങ്ങളില്ല. അതുകൊണ്ട് നല്ലതേ സംഭവിക്കുള്ളൂ. ഒരാള് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാൾക്ക് ഭഗവാന് നിവേദിച്ച ഭക്ഷണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ദാനമാണ്. നമ്മൾ അയാളെ റിപ്പീറ്റഡ് ബർത്ത് ആൻഡ് ഡെത്തിൽ നിന്ന് ഒരുപാട് ഘട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താണ്, അല്ലേ? അദ്ദേഹത്തിന് നമ്മൾ ഒരു ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ, ഒരു വൈഷ്ണവനെ സ്വീകരിച്ചിരുത്തി അദ്ദേഹത്തിന്റെ കാല് കഴിച്ച് തുടച്ചിട്ട് അദ്ദേഹത്തിനെ ആദരിച്ചിരുത്തി വ്യാസാസനം ഇരുത്തിയിട്ട് അദ്ദേഹത്തിന് ഭഗവാൻ നിവേദിച്ച ഭക്ഷണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ദാനമാണ്. അദ്ദേഹത്തിന് ഒരു വസ്ത്രം ദാനം ചെയ്തു. അദ്ദേഹത്തിന് എന്താണ്? അദ്ദേഹത്തിന്റെ വസ്ത്രം അല്ലെങ്കിൽ കഴുകിയിട്ട് ഉണക്കി തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ, വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നമ്മൾ അവിടുത്തെ പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടുത്തെ നിത്യനിദാനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ അന്നം സാധാരണ പാവപ്പെട്ടവർ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പങ്കാളിയാകുക. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും ദാനം നിഷ്കർഷിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ഷേത്രം, അതായത് ഒരു ഭഗവാന്റെ
ടെമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ പണിയാനായിട്ട് അതിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിഷ്കർഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം അതൊക്കെ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അല്ലേ. അതിന് പകരം നമ്മൾ അത് ചെയ്തിട്ട് ആ നോട്ടീസിൽ ജ്ഞാനാംബിക മാതാജി വക എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബോർഡ് അടിച്ചു. അവിടെ ആ ശ്രീകോവിലിന് മുന്നിൽ ഇത് പ്രേമവൃന്ദാവനത്തിലെ ജ്ഞാനാംബിക വക എന്ന് പറഞ്ഞ് വലിയൊരു ബോർഡ് അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിപ്രവർത്തനമാണ്, തിരിച്ചടി ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. അവിടെ ഭഗവാനെ തൊഴാൻ വരുന്നുണ്ട്, ആദ്യം നോക്കുമ്പോൾ ജ്ഞാനാംബിക. ഓക്കെ, ഭഗവാനിൽ നിന്നുള്ള ശ്രദ്ധ മാറി അത് സ്പോൺസർ ചെയ്ത ആളിലേക്കാകും ശ്രദ്ധ അല്ലേ. അപ്പൊ അതിന്റെ എല്ലാം നമുക്ക് തിരിച്ചടി ഉണ്ടാകും. നമ്മളാണ് പ്രൊപ്പറേറ്റർ അല്ലേ. നമ്മൾ പ്രൊപ്പറേറ്റർ ആകുമ്പോൾ അതിന്റെ തിരിച്ചടി നമുക്ക് തന്നെ വരും. പക്ഷെ അത് ഭഗവാനിലാണ് സമർപ്പിച്ചിരിക്കുന്നെങ്കിൽ ഭഗവാനാണ് ഇതിന്റെ റെസ്പോൺസിബിൾ അല്ലേ, നമ്മളല്ല. അപ്പൊ നമ്മളുള്ള കാര്യങ്ങളെയൊക്കെ ഭഗവാനിലേക്ക് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഭാവാർത്ഥം നമ്മൾ വായിച്ചായിരുന്നു ഇല്ലല്ലേ. അപ്പൊ ഇതിന്റെ ഇല്ല. ഭാവാർത്ഥം ഗീതാ മാതാജി എന്ന് വെച്ച് ഹരേ കൃഷ്ണ. ജയ് ശ്രീല. ഭാവാർത്ഥം: ശരീരത്തെ നിലനിർത്തുന്നതിന് പോലും കർമ്മം കൂടിയേ കഴിയൂ എന്നതുകൊണ്ട് ഓരോരുത്തരുടെയും സാമൂഹ്യമായ സ്ഥിതിയും ഗുണവും അനുസരിച്ച് അതാത് കർമ്മങ്ങൾ വിധിക്കപ്പെട്ടത്. യജ്ഞം എന്നാൽ വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ യാഗാനുഷ്ഠാനം എന്നർത്ഥം. എല്ലാ യജ്ഞാചരണങ്ങളും ശ്രീ വിഷ്ണുവിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ്. യജ്ഞോ വിഷ്ണു എന്ന് വേദോക്തിയുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിധിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിച്ചാലും നേരിട്ട് വിഷ്ണുവിനെ പൂജിച്ചാലും ഒരേ ഫലം തന്നെയാണ് സിദ്ധിക്കുന്നത്. അതുകൊണ്ട് ഈ ശ്ലോകം ഘോഷിക്കുന്നത് പോലെ കൃഷ്ണാവബോധം യജ്ഞാനുഷ്ഠാനമാണ്. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ലക്ഷ്യവും വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തലാണ്. വർണ്ണാശ്രമാചരവത പുരുഷേണ പരപുമാൻ വിഷ്ണുരാരാധ്യതേ വിഷ്ണുപുരാണം 3:8 എന്ന് പ്രമാണം. വിഷ്ണു പ്രീതിക്ക് വേണ്ടിയാണ് മനുഷ്യൻ കർമ്മം ചെയ്യേണ്ടത്. മറ്റൊരു വിധത്തിലുള്ള ഏത് പ്രവൃത്തിയും ഭൗതിക ലോകത്തിൽ ബന്ധകാരണമായി തീരും. എന്തുകൊണ്ടെന്നാൽ പാപകർമ്മത്തിനും പുണ്യകർമ്മത്തിനുമുണ്ട് പ്രതികരണങ്ങൾ. ഏതുതരം പ്രതികരണവും കർത്താവിനെ ബന്ധനത്തിൽ പെടുത്തുകയും ചെയ്യും. അതിനാൽ കൃഷ്ണപ്രീതിക്കായിക്കൊണ്ട് അല്ലെങ്കിൽ വിഷ്ണു പ്രീതിക്കായിക്കൊണ്ട് കൃഷ്ണാവബോധത്തോടെ വേണം ഏത് കർമ്മവും നിർവഹിക്കാൻ. അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾ മുക്താവസ്ഥയിലാണ്. ഇതാണ് കർമ്മം ചെയ്യുന്നതിന്റെ ഉത്കൃഷ്ടമായ കല. തുടക്കത്തിൽ ഈ പദ്ധതിക്ക് അതിവിദഗ്ധമായ ഒരു ശിക്ഷണം ആവശ്യമാണ്. നല്ലൊരു കൃഷ്ണഭക്തന്റെ വിദഗ്ധ ശിക്ഷണത്തിന് കീഴിലോ അല്ലെങ്കിൽ അർജുനന് ലഭിച്ച പോലെ ഭഗവാന്റെ നേരിട്ടുള്ള ഉപദേശം വഴിക്കോ ജാഗ്രതയോടെ പരിശീലിക്കേണ്ടതാണ് ഇത്. ഏതൊരു പ്രവൃത്തിയും ഇന്ദ്രിയ സുഖപൂർത്തിക്കായല്ല, കൃഷ്ണപ്രീതിക്കായാണ് ആയിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തി നേടാമെന്ന് മാത്രമല്ല ക്രമേണ ദിവ്യ പ്രേമാത്മകമായ ഭഗവത് സന്നിധിയിലേക്ക് താനെ ഉയരുകയും ചെയ്യാം. അതുകൊണ്ട് മാത്രമേ മനുഷ്യന് ദൈവ സാമ്രാജ്യം പോകാൻ കഴിയൂ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. അപ്പൊ നമ്മള് വർണ്ണാശ്രമ വ്യവസ്ഥയിൽ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആരെയാണ്? വിഷ്ണുവിനെ തന്നെയാണ് എത്തിച്ചേരുന്നത് അല്ലേ. ധർമാർത്ഥം കാമമോക്ഷം വിഷ്ണുവിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പം വിഷ്ണുവിനായിട്ടുള്ള കർമ്മം നമ്മൾ ചെയ്താലും വർണ്ണാശ്രമം ഫോളോ ചെയ്യുന്നത് എത്തുന്നത് രണ്ടും വിഷ്ണുവിനായിട്ടുള്ള കാര്യമാണ് നമ്മൾ എത്തുന്നത് അല്ലേ. നമ്മളപ്പം ആ ഒരു പ്രോസസ്സിലേക്ക്, സ്ലോ പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കൃഷ്ണാബോധ പ്രസ്ഥാനക്കാരും അല്ലേ. ആ ഒരു കാര്യം കലിയുഗത്തിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ് അതൊക്കെ ഫോളോ ചെയ്യാൻ. എത്ര പേരുണ്ട് ചാതുർമാസം അനുഷ്ഠിക്കുന്നവർ? കൈ പൊക്കുക. ചാതുർമാസത്തിന് 2ാമത്തെ മാസം തുടങ്ങിയല്ലേ? ആരെങ്കിലും ഉണ്ടോ? ഗീതാ മാതാജി ഉണ്ടോ? ഇല്ല ഇല്ലല്ലേ. ഈ ഇല്ല ഇല്ല. മാസം എന്താണ്? ഈ മാസം തൈരാണ്. കഴിഞ്ഞ മാസം ഇലക്കറികളായിരുന്നു. ഈ മാസം തൈര്. അപ്പൊ ചാതുർമാസം അനുഷ്ഠിച്ചാൽ എന്താണ്? നമുക്ക് ഉപരി ലോകങ്ങളിലേക്ക്, സ്വർഗ്ഗലോകങ്ങളിലേക്ക് പോകാനായിട്ട് പറ്റും അല്ലേ. അപ്പം ഈ ചാതുർമാസം അനുഷ്ഠിക്കുന്ന ഒരു ഫലമൊക്കെ ഉണ്ട്. ഇതൊക്കെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. നമ്മള് യാത്ര നിഷിദ്ധമാണ് പുറത്തേക്കൊക്കെയുള്ള. പിന്നെ എന്താണ്? കട്ടിലും ഒന്നും കിടക്കാൻ പറ്റും, തറയിൽ കിടക്കണം. എത്ര പേർക്ക് തറയിലൊക്കെ കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റും? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഈ ചാതുർമാസ്യം പോലെയുള്ള വ്രതങ്ങളടക്കം എടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന ഈ സ്ലോ പ്രോസസ്സിലാണ് മറ്റേത് പോകുന്നത്. നമ്മളിത് വളരെ ഫാസ്റ്റാണ്. അപ്പൊ കർമ്മം നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മത്തെയും നമ്മളിവിടെ വിഷ്ണുവിനായിട്ട് കണക്ട് ചെയ്യുകയാണ് അല്ലേ. ഏതൊരു കർമ്മത്തെയും ഭഗവാനെ മുൻനിർത്തി കണക്ട് ചെയ്യാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് അന്ത്യത്തിൽ അത് ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നു അല്ല. ഈ പുഴകളെല്ലാം ഒഴുകി 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 ഒഴുകി
നേരെ സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നു. നമ്മൾ നേരെ സമുദ്രത്തിലേക്ക് ബൈപ്പാസ് ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അങ്ങനെ ഇത് ഒഴുകേണ്ട ആ ലൈനിൽ കൂടെ അങ്ങനെ അത്രയും ദൂരം പോകുന്നില്ല. നമ്മൾ നേരെ ബൈപ്പാസ് ടു ദ ഓഷ്യൻ. അതാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്. അതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മളൊരു കൃഷ്ണഭക്തന്റെ വിദഗ്ധ ശിക്ഷണത്തിന്റെ കീഴിൽ നമ്മൾ പരിശീലിക്കണം. ആ കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അതായത് ഒരു ഭക്തനായിട്ടുള്ള കൃഷ്ണഭക്തനായിട്ടുള്ള ഒരാളുടെ ഉപദേശം കേട്ടിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതാണ് ഇതിലെ ഹൈലൈറ്റഡ് പോയിന്റ്. നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ നമ്മൾ വിഷ്ണുവിനായിട്ട് ചെയ്തു എന്നൊക്കെ നമ്മളിങ്ങനെ പുറമെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? അതുപോലെ വിദഗ്ധ ഉപദേശം കിട്ടി ഒരു കൃഷ്ണഭക്തൻ പറയുന്ന പ്രകാരം നമ്മൾ അത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സക്സസ് ആകും. അതാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ടുള്ളത് അല്ലേ? കൃഷ്ണപ്രീതിക്ക് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തി നേടാവുന്ന മാത്രമല്ല ക്രമേണ ദിവ്യ പ്രേമാത്മകമായ ഭഗവത് സേവനത്തിലേക്ക് താനെ ഉയരുകയും ചെയ്യും. അങ്ങനെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലേക്ക് നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ടേ ഇടും. നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അല്ലേ? നമ്മൾ പോകേണ്ടെന്ന് ആഗ്രഹിച്ചില്ലെങ്കിലും കൂടി പിടിച്ചു വലിച്ചുകൊണ്ടേ ഇട്ട് തരും ഭഗവാൻ അല്ലേ? നമ്മൾ ഈ പറയുന്ന ആളെ കണ്ടെത്തി, ഒരു കൃഷ്ണഭക്തനെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ ശിക്ഷ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ അതിലേക്ക് കൊണ്ടുപോയി പിടിച്ചു വലിച്ച് എന്നിട്ട് നമ്മൾ കൃഷ്ണ സേവയിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഇട്ട് തരും എന്നുള്ളതിന് യാതൊരു വ്യത്യാസവുമില്ല. ഇനി അടുത്ത 10ാമത്തെ ശ്ലോകം കൂടെ എടുത്തിട്ട് നമുക്ക് തീർക്കാം. സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യദ്വമേഷ ഓ ഉസ്തിഷ്ഠകാമദുഃഖ സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യ ദ്വമേഷാവോസ്തിഷ്ഠ കാമദുഃഖ. ഹരേ കൃഷ്ണ. ഇവിടെ ആരാണ് ഇനി വായിക്കാനുള്ള? പൊന്നമ്മ മാതാജി വീട്ടിലെത്തിയോ? അല്ലെങ്കിൽ രതിദേവി മാതാജി വായിച്ചോളൂ. ഞാൻ വായിച്ചില്ലേ പ്രഭു, ഒന്ന് വായിച്ചോട്ടെ? മാതാജി വായിച്ചോളൂ. ഞാൻ മാതാജി വായിച്ചതാണ്. ആരാ വായിച്ചത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ വായിച്ചു. ഹരേ കൃഷ്ണ. വായിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 10. സഹ യജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്വത്വം യേശവോസ്തിഷ്ഠ കാമധു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. സഹയജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രവിശ്യത്വം മേഷ ബോധതിഷ്ഠകാമദു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലപ്രഭാതയുടെ പദാനുപദ തർജ്ജമ ജി ശിലപ്രഭാത്. പണ്ട് സഹയജ്ഞ യജ്ഞങ്ങളോടുകൂടി പ്രജകളെ സൃഷ്ടിച്ചിട്ട് പ്രജാപതി ഉവാച പറഞ്ഞു, അനേന ഇതുകൊണ്ട് പ്രസവിഷ്യാത്വം നിങ്ങൾ വർദ്ധിക്കണം, യേശ ഇത് വാ നിങ്ങൾക്ക് ഇഷ്ടകാമതു അഭിഷ്ടങ്ങളെ തരുന്നതായി അസ്തു ഭവിക്കട്ടെ. സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി ദേവന്മാരെയും മനുഷ്യരെയും ഒപ്പം തന്നെ വിഷ്ണുവിനായിട്ടുള്ള യജ്ഞങ്ങളെയും ഉൽപ്പാദിപ്പിച്ച ശേഷം അവരെ ഇങ്ങനെ ആശീർവദിച്ചു: ഈ യജ്ഞത്തെ കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാകുക, മോക്ഷപ്രാപ്തിക്ക് സ്വജീവിതത്തിനും വേണ്ടുന്നതെല്ലാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഒരു സൃഷ്ടിയുടെ തുടക്കം മുതൽ ഉള്ള കാര്യങ്ങളെ പറ്റി ചെറുതായിട്ട് ഇവിടെ നിന്ന് സൂചിപ്പിക്കുകയാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി ദേവന്മാരെയും മനുഷ്യരെയും ഒപ്പം വിഷ്ണുവിനായിട്ടുള്ള യജ്ഞങ്ങളെ ഉൽപ്പാദിപ്പിച്ച ശേഷം അവരെ ഇങ്ങനെ ആശീർവദിച്ചു. അപ്പൊ നമ്മൾ ഒരുപാട് പ്രജാപതിമാരെ കണ്ടിട്ടുണ്ട്. ഏതൊക്കെ പ്രജാപതിമാരെ നിങ്ങൾക്ക് അറിയാം? കശ്യപ പ്രജാപതി, പിന്നെ കർദമ പ്രജാപതി, ദക്ഷ പ്രജാപതി. ദക്ഷ പ്രജാപതി ആരുടെ അച്ഛനായിരുന്നു? പാർവതിയുടെ അല്ല, സതീദേവിയുടെ. കശ്യപ പ്രജാപതിയുടെ ഭാര്യമാർ ആരൊക്കെയായിരുന്നു? ഒരുപാട് പേരുണ്ട്. നമ്മൾ അറിയുന്നവര് ദിതിയുമാണ്. ചേട്ടത്തി അനിത്യാണ് അല്ലേ? പിന്നെ എന്താണ് പ്രസൂതി, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പേരുകളുണ്ട്. അപ്പൊ അങ്ങനെ സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി
ദേവന്മാരെ മനുഷ്യരെയും ഒപ്പം തന്നെ വിഷ്ണുവിനായിട്ടുള്ള യജ്ഞങ്ങളെ ഉൽപ്പാദിപ്പിച്ച ശേഷം ഈ യജ്ഞത്തെ കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാകുക. മോക്ഷപ്രാപ്തിക്ക് സുഖജീവിതത്തിന് വേണ്ടുന്നതെല്ലാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അങ്ങനെ ഈ സൃഷ്ടി ആരംഭിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, സൃഷ്ടി ആരംഭിക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഭഗവാനാണ് കൊടുത്തത്. നമ്മൾ ആ മഹത്തത്വവും അഹങ്കാരവും എന്നൊക്കെ പറഞ്ഞ് കുറെ ടോപ്പിക്ക് നമ്മൾ രാമായണത്തിൽ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സൃഷ്ടിയെ പറ്റിയായിരുന്നു പറഞ്ഞത്. അപ്പൊ രാമായണത്തിൽ കയറിയ ആൾക്കാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഞാനിനി അത് റിപ്പീറ്റ് പോകുന്നില്ല. പഞ്ചേന്ദ്രിയങ്ങളെ, പഞ്ചഭൂതങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെ, മനസ്സ്, ബുദ്ധി, വിദ്യാഹങ്കാരം, പിന്നെ എന്തായിരുന്നു, കാലം, ടൈം വേണം അല്ലേ, പിന്നെ എന്തായിരുന്നു, ജീവാത്മാവ്, പരമാത്മാവ്, അങ്ങനെ 26 ഘടകങ്ങൾ ചേർത്ത് ഉള്ള സൃഷ്ടി അല്ലേ. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ വിഷ്ണുവിനായിട്ടുള്ള യജ്ഞങ്ങളെ ഇപ്പൊ പ്രകൃതി സൃഷ്ടിച്ചു. പ്രകൃതി സൃഷ്ടിച്ചു കഴിയുമ്പോൾ പ്രകൃതി എന്താണ്, ഇങ്ങനെ തരിശു പോലെ കിടന്ന സമയത്ത് ഭഗവാൻ ഒറ്റ ദൃഷ്ടി കൊണ്ട് പ്രകൃതിയെ ഫലഭൂയിഷ്ടമാക്കി മാറ്റി. അപ്പൊ അതുപോലെ തന്നെ എന്നിട്ട് എന്ത് ചെയ്തു, പ്രകൃതിയെ ഇങ്ങനെ ആശീർവദിച്ചു. യജ്ഞങ്ങൾക്കുള്ള വിഭവങ്ങളും എല്ലാം തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ട് ആശീർവദിച്ചു. ഈ യജ്ഞത്തെ കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാകുക. എന്നിട്ട് പ്രകൃതി ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ഇതിനും ദേവതകളെ സൃഷ്ടിച്ചു. 33 കോടി ദേവന്മാരെ സൃഷ്ടിച്ചിട്ടു പറഞ്ഞു, ഇവർക്ക് ഓരോന്നർക്കും ഇന്നതിന്റെ അധിപതി. നമ്മളുടെ ഓരോ അവയവങ്ങൾക്കും ഓരോ അധിപതിയുണ്ട്. കണ്ണിനൊരു അധിപതി, അതുപോലെ മൂക്കിനധിപതി, നാക്കിനധിപതി, ത്വക്കിനധിപതി, എല്ലാത്തിൻ്റെയും ഓരോ അധിപതിയുണ്ട് അല്ലെ, ദിക്കുകൾക്ക് അധിപതി. അങ്ങനെ ഇങ്ങനെ 33 കോടി ദേവകൾക്കൊക്കെ സ്ഥാനം കൊടുത്തു. അവർക്ക് അതിന്റെ അധികാരം പറഞ്ഞു. എന്നിട്ട് അവർക്കുള്ള യജ്ഞം വിഭാവനം ചെയ്തു. ഇന്ന യജ്ഞം ഇന്ന ആൾക്ക്. അഗ്നിക്ക് നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്, സ്വാഹ. അഗ്നിയുടെ ഭാര്യയാണ് സ്വാഹ അല്ലെ, സ്വാഹ എന്ന് പറഞ്ഞ് അഗ്നിയിൽ നെയ്യ് ഹോമിച്ചു. അഗ്നി ഇതുപോലെ നെയ്യ് കഴിച്ചിട്ട് അഗ്നിക്ക് അജീർണം സംഭവിച്ച ഒരു സമയം ഉണ്ടായി. ഏതായിരുന്നു? വയറ്റി പുണ്ണുണ്ടായത് അഗ്നിദേവന് ഒരുപാട് നെയ്യ് കഴിച്ചു. ദണ്ഡകവനത്തിന് തീയിട്ടു, തീ പിടിച്ചപ്പോ കാണ്ഡവ ദഹനം അല്ലെ, കാണ്ഡവ ദഹനം. നമ്മൾ കണ്ടല്ലോ, അർജുനൻ ഇന്ദ്രനും ഒക്കെ ആയിട്ട് വഴക്കായി, പിതാവുമായിട്ടൊക്കെ യുദ്ധം ചെയ്തതും കാണ്ഡവ ദഹനം. അഗ്നിദേവൻ ആ വനം ഭക്ഷിക്കാൻ നിൽക്കുമ്പോൾ ഇന്ദ്രദേവൻ എന്ത് ചെയ്തു, മഴ പെയ്യിച്ചു, വനത്തിന് പന്തലിട്ടു. അപ്പം അഗ്നി ഇത് ഭക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. അതിന്റെ അജീർണം മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ വയറ്റി പുണ്ണ് ബാധിച്ചിരിക്കുകയാണ്. ഒരുപാട് നെയ്യ് സേവിച്ച് ആൾക്കാർ ഹോമിച്ച് അല്ലേ. അപ്പൊ അങ്ങനെ വന്നപ്പം ഇന്ദ്രൻ എന്ത് ചെയ്തു, തക്ഷകന് വാക്ക് കൊടുത്തിരുന്നു അല്ലെ, ഈ സർപ്പങ്ങളെല്ലാം ചത്തുപോകുമല്ലോ. അപ്പൊ അങ്ങനെ ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നു. അങ്ങനെ അർജുനൻ വന്ന് അത് തടുത്തു. അങ്ങനെ നമ്മൾ കുറെ കഥകൾ നേരത്തെ കേട്ടിട്ടുള്ള കാരണം അതിലേക്ക് പോകുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. അപ്പൊ അങ്ങനെ വേണ്ടതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുമെന്ന് പറഞ്ഞു. ഇനി അതെന്താണ്, ഇനി തുടർന്നുള്ള 3-4 ശ്ലോകങ്ങൾ ആകുമ്പോഴേ ഉള്ളൂ ഇതൊരു കണക്ഷൻ ആവുള്ളൂ. ഇതിന്റെ ഭാവാർത്ഥം വായിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നിർത്താം. ഭാവാർത്ഥം ഇനി ആരാണ് വായിക്കാനുള്ളത്? രാധിക മാതാജി എന്നാൽ ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് വിജയ്. ബദ്ധരായ ജീവാത്മാക്കൾക്ക് ഈശ്വരധാമത്തിൽ തിരിച്ചെത്താൻ അവസരം നൽകുകയാണ് ഭൗതിക സർഗത്തിലൂടെ സ്രഷ്ടാവ് വിഷ്ണു ചെയ്തത്. ഭഗവാൻ വിഷ്ണു കൃഷ്ണനുമായുള്ള ബന്ധം വിസ്മരിച്ചു പോയത് കൊണ്ട് ഭൗതിക പരിമിതികളിൽ പെട്ടവരാണ് ബദ്ധരായ ഈ പ്രപഞ്ചത്തിലെ ജീവാത്മാക്കളെല്ലാം. വൈദിക സിദ്ധാന്തങ്ങൾ ഈ സനാതന ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. ഭഗവത്ഗീത ഉപദേശിക്കുന്നത് പോലെ വേദൈശ്ച സർവൈരഹമേവ വേദ്യ, ഭഗവാനെ അറിയലാണ് വേദങ്ങളുടെ ഉദ്ദേശം. വിശ്വസ്യതാത്മേശ്വരം എന്ന് വേദസൂക്തം. ജീവജാലങ്ങളുടെ നാഥൻ വിഷ്ണു ഭഗവാൻ തന്നെ. ഭാഗവതത്തിൽ 2:4-20 ശ്രീല ശുകദേവ ഗോസ്വാമിയും ഭഗവാനെ പതി എന്നാണ് വിവരിക്കുന്നത്. ശ്രിയപതിർ യജ്ഞപതി പ്രജാപതിർ ധിയാംപതിർ ലോകപതിർ ധരാപതി പതിർഗതിശ്ചാത്ക വൃഷ്ണി സാത്വതാം പ്രസീദതാ മേ ഭഗവാൻ സതാംപതി. ഭഗവാൻ വിഷ്ണുവാണ് പ്രജാപതി. സർവ്വ ജീവജാലങ്ങളുടെയും സകല ലോകങ്ങളുടെയും സർവ്വ സൗന്ദര്യങ്ങളുടെയും നാഥനും സർവരക്ഷകനും
അദ്ദേഹമത്രേ. വിഷ്ണുപ്രീതിക്ക് വേണ്ടി യജ്ഞങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ബദ്ധരായ ജീവാത്മാക്കളെ പഠിപ്പിക്കാനായി ഭഗവാൻ ഭൗതിക പ്രപഞ്ചം സൃഷ്ടിച്ചു. അങ്ങനെ യജ്ഞാനുഷ്ഠാനം കൊണ്ട് അവർക്ക് ഈ ലോകത്തിലുള്ള കാലത്തോളം ഉത്കണ്ഠ കൂടാതെ സുഖമായി ജീവിക്കാനും ശരീരം നശിച്ച ശേഷം ദൈവ സാമ്രാജ്യത്തിൽ എത്തിച്ചേരാനും കഴിയും. ഇതാണ് ബദ്ധരായ ജീവാത്മാക്കൾക്ക് വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതി. യജ്ഞാനുഷ്ഠാനത്താൽ ബദ്ധരായ ആ ആത്മാക്കൾ ക്രമേണ കൃഷ്ണാവബോധം ആർജിക്കുന്നു, എല്ലാവിധത്തിലും ദിവ്യതയുള്ളവരായിത്തീരുന്നു. ഈ കലിയുഗത്തിൽ സങ്കീർത്തന യജ്ഞം അഥവാ ദൈവനാമോച്ചാരണമാണ് വേദോപദിഷ്ടമായിട്ടുള്ളത്. ഈ യുഗത്തിലെ ജനകോടികളുടെ മോചനത്തിനു വേണ്ടി ഈ ദിവ്യമായ പദ്ധതി ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു ആവിഷ്കരിക്കുകയും സങ്കീർത്തന യജ്ഞവും കൃഷ്ണാവബോധവും ഒത്തുപോകുന്നതാണ്. ഭക്തിയുടെ മൂർത്തിമത് ഭാവമായ ചൈതന്യ കുറിച്ച് അഥവാ കൃഷ്ണനെ കുറിച്ച് ഭാഗവതത്തിൽ സങ്കീർത്തന യജ്ഞത്തെ പറ്റിയുള്ള വിശേഷ സൂചനകളോടെ പരാമർശിക്കുന്നുണ്ട്. കൃഷ്ണവർണം തുഷാകൃഷ്ണം സാങ്കോപാംഗാസ്ത്ര പാർഷദം യജ്ഞേ സങ്കീർത്തന പ്രായേർ യജന്തി ഹി സുമേധസ. കലിയുഗത്തിൽ സുമേധസ ബുദ്ധിയുള്ള ജനങ്ങൾ സഹചാരി സമേതനായ ഭഗവാനെ സങ്കീർത്തന യജ്ഞത്താൽ ആരാധിക്കുന്നു. വൈദിക സാഹിത്യത്തിൽ വിവരിക്കുന്ന ഈ മറ്റു യജ്ഞങ്ങളുടെ അനുഷ്ഠാനം കലികാലത്ത് എളുപ്പമുള്ളതല്ല. എന്നാൽ സങ്കീർത്തന യജ്ഞം ഭഗവത്ഗീതയിൽ 9:14 പറഞ്ഞിരിക്കുന്നത് പോലെ ലളിതവും എന്തുകൊണ്ടും ഉദാത്തവുമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇവിടെ രണ്ടു മൂന്ന് വലിയ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രജാപതി എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്, അല്ലെ? ഭഗവാൻ തന്നെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങള്, അതായത് യജ്ഞം വിഷ്ണുപ്രീതിയാണെന്നുള്ള കാര്യം, അതിനുവേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളെയും അതിനു വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളും എല്ലാം തന്നെ ഭഗവാൻ തന്നെ തന്നിരിക്കുകയാണ്, അല്ലേ? അങ്ങനെ യജ്ഞാനുഷ്ഠാനം കൊണ്ട് അവർക്ക് ഈ ലോകത്തിലുള്ള കാലത്തോളം ഉത്കണ്ഠ കൂടാതെ സുഖമായി ജീവിക്കാനും ശരീരം നശിച്ച ശേഷം ദൈവ സാമ്രാജ്യത്തിലേക്ക് എത്താൻ കഴിയും എന്നും ഭദ്രായ ജീവാത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സമഗ്ര പദ്ധതി എന്നും ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലേ? പ്രജാപതിയായിട്ട് ഭഗവാൻ വന്നിട്ട് ഈ യജ്ഞാനുഷ്ഠാനം ഉത്കണ്ഠ കൂടാതെ സുഖമായി ചെയ്യാനും ജീവിക്കാനും ശരീരം നശിച്ച ശേഷം എങ്ങനെയാണ് തിരിച്ചെത്തേണ്ടതെന്നുള്ള കാര്യമൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രധാനപ്പെട്ടായി മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന പല യജ്ഞങ്ങളൊന്നും നമുക്ക് കലിയുഗത്തിൽ അനുഷ്ഠിക്കാനായിട്ട് പറ്റുന്നില്ല. കലിയുഗത്തില് ഇതുപോലെ ഈ സോമയാഗമോ പുത്രകാമേഷ്ടിയോ അശ്വമേധം നമ്മൾ നടത്തിയ 99 പ്രാവശ്യം നടത്തിയ ഒരാളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ആരായിരുന്നു? 100ാമത് പ്രാവശ്യം ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴത്തേന് ഒരാള് അവൻ തടഞ്ഞു. 100 ചെയ്ത ആളെ എന്താണ് പറയുന്നത്? ശതക്രതു. ശതം എന്ന് പറയുന്നത് 100. ശതക്രതു. 100 ചെയ്താൽ ആരായി മാറും? ഇന്ദ്രനായിരുന്നു മാറും. ഇന്ദ്രന്റെ പദവി അലങ്കരിക്കാനായിട്ട് അർഹനാണ്. അപ്പൊ അതുകൊണ്ട് അസൂയ മൂത്ത് ഇന്ദ്രൻ തടുത്തു. അങ്ങനെ അദ്ദേഹം വേറൊരു പേരിൽ അറിയപ്പെട്ടു. 99 യജ്ഞം ചെയ്ത്. അതെന്താണ് 99ന്റെ ഇതിൽ പറയുന്നത്? എങ്ങനെയാണ് പറയുന്നത്? 100 ചെയ്ത ആളെ ശതക്രതു എന്ന് പറയും. 99 എത്ര പറയുന്നത്? 1 കുറവ് 100-ന് ഏത് വാക്കാണ്? ഏകോന ശതക്രതു എന്ന പേരിൽ അറിയപ്പെട്ട ആ രാജാവ് ആരായിരുന്നു? ആർക്കും അറിയത്തില്ല. നവവിധ ഭക്തിയില് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനമുണ്ട്. അംബരീഷ് മഹാ അല്ലല്ല, നവവിധ ഭക്തിയിൽ ഇദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ട്. ഒരു പ്രത്യേക ഒരു വകുപ്പിലാണ് അദ്ദേഹത്തിനെ കൊടുത്തിരിക്കുന്നത്. വേറെ ആരും ഇല്ല അതിൽ. അംബരീഷ് മഹാരാജാവ് എല്ലാം 9 ഭക്തിയും പൂർണ്ണമായിട്ടുള്ള ആളാണ്. എല്ലാം ഹരിബോൽ. അർച്ചനത്തിന് ആരാണ്? അതും അറിയത്തില്ല. ജ്ഞാനാംബിക മാതാജി. ഹരിബോൽ. എന്താ ചോദിച്ചു? കേട്ടില്ല പ്രഭു. ഞാന് എന്താണ് പറഞ്ഞ? ഞാൻ ഇവിടം വരെ ഇത്രയും വരെ എത്തിച്ചു. അർച്ചനത്തിന് എന്താ അർച്ചനം നവവിധ ഭക്തിയിലെ അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആരായിരുന്നു? ഈ ഏകോന ശതക്രതു തന്നെയാണ് അദ്ദേഹം.
അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അതിലെ ഈ അർച്ചന അർച്ചനത്തിന് ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? അത് ഭഗവാന്റെ ഒരു പരീക്ഷിത് അവതാരം കൂടെ രാജ. കൂടിയാണ് അദ്ദേഹം. അംശാവതാരമാണ്, ഡയറക്ട്ലി ഭഗവാന്റെ അവതാരമല്ല, അംശാവതാരമാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ഞാൻ പറയാം, വേനൻ എന്നാണ്. ഈ ഓ വേനനെ ഇത് വേനനെ പൃഥു ഋഷിമാരെല്ലാരും കൂടെ കൂടി മഹാരാജ പൃഥു മഹാരാജാവ്, പൃഥു മഹാരാജാവ്. ഇപ്പൊ നിങ്ങളെ മധുപ്രഭു ഭാഗവത്തിൽ എടുക്കുന്ന പൃഥു മഹാരാജാവിന്റെ ചരിതമല്ലേ? അല്ലേ കൃഷ്ണകുമാരി മാതാജി? അതെ മഹാപ്രഭു, അതെ അതെ, വേനന്റെ ഒക്കെ ആ. ഋഷഭദേവന്റെ അപ്പൊ ഇതൊക്കെ. ഈ വേനനെ എന്ത് ചെയ്തു? വേനനെ വേനൻ എന്ത് ചെയ്തു? ഈ പറയുന്ന ദുഷ്കർമ്മങ്ങളൊക്കെ ഒരുപാട് ചെയ്ത് ഭൂമിയിലെ വിഭവങ്ങൾ മുഴുവൻ നശിപ്പിച്ചു. അങ്ങനെ ഭൂമിദേവി എന്ത് ചെയ്തു? ഈ വിഭവങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചു. ഭൂമി മുഴുവൻ തരിശായി, ഒന്നുമില്ല ഭക്ഷിക്കാനൊന്നും. അങ്ങനെ ഋഷിമാരെല്ലാരും കൂടെ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി നല്ല പ്രവൃത്തി ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കൂട്ടാക്കിയില്ല. അപ്പൊ ഋഷിമാരെല്ലാരും കൂടെ കൂടിയ അവരുടെ മന്ത്രസിദ്ധിയിൽ അദ്ദേഹത്തെ വധിച്ചു. ഈ പറയുന്ന തൊട കട വേനനെ വധിച്ചിട്ട് തൊട എന്ത് കട ചെയ്തു? അദ്ദേഹത്തിന്റെ ഇടത് തൊട കടഞ്ഞിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഈ ദുഷ്ടശക്തികളെ എല്ലാം കൂടെ കൂടി ഇറക്കി പുറത്തേക്ക് വിട്ടു. അപ്പൊ നമ്മൾ പാലാഴി കടഞ്ഞപ്പോൾ എന്താണ് കണ്ടത്? എന്താണ് ആദ്യം പുറത്തു വന്നത്? കാളകൂട വിഷം. മഹാദേവൻ അതിനെ ഭക്ഷിച്ചു അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഈ വേനന്റെ മോശമായ ശരീരം കടഞ്ഞപ്പോൾ പുറത്തു വന്ന ആ വിഷം എല്ലാം കൂടെ ചേർന്ന് എന്നുണ്ടായി? നിഷാദരുണ്ടായി, കാട്ടാളന്മാര്. അവര് വനത്തിൽ വസിക്കാനായിട്ട് അവസരം കൊടുത്തു. അതിൽ നിന്നാണ് നിഷാദ വംശം വന്നത്, നിഷാദർ എന്നുള്ള വംശം, കാട്ടാളന്മാര്. ഓക്കെ. ഈ 100 ഇത് യജ്ഞം ചെയ്ത അതുപോലെ ആരാ? 100 ഏകോന 100 ശതക്രതു, 99 ആരാ? 100 യജ്ഞം ചെയ്തില്ല. ചെയ്ത ആള് ഏകോന. അല്ല 100 ചെയ്തില്ല ആരും അല്ലേ? 100 ചെയ്ത് ഇല്ല. ഇന്ദ്രൻ വന്ന് ആകാശത്തെ അടിച്ചെടുത്തോണ്ട് പോയില്ലേ? ആ, 100 ചെയ്തില്ല. അപ്പൊ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ബ്രഹ്മദേവൻ പറഞ്ഞു, നിനക്ക് എന്തിന് 100 ചെയ്യണം? 100 ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നീ ഒന്ന് ചെയ്തില്ലെങ്കിൽ തന്നെ ഭഗവാൻ നിന്നിൽ പ്രസന്നനാണ്. നിന്നെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടല്ല നീ ഈ പറയുന്ന അശ്വമേധം ചെയ്തത്. ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിനക്ക് ഇന്ദ്രനെ തോപ്പിക്കണം എന്ന് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഇന്ദ്രപദവി വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ലെങ്കിൽ ഇത് ഇവിടെ നിർത്തിക്കൂ, ഇവിടെ തന്നെ. അപ്പൊ അങ്ങനെ കടയിൽ പോയോ? എന്തുവാ? ഈ പൃഥു മഹാരാജാവ് 99 അശ്വമേധ യാഗം നടത്തി 99. പേരുകേട്ട ആളാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഭൂമിയെ വലത്ത് കാല്, ഈ വേനന്റെ വലത്ത് കൈ കടഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ ഈ പറയുന്ന പുറത്തു വന്നത്. ആര് പുറത്തു വന്നത്? പൃഥു മഹാരാജാവ് ഭഗവാന്റെ അംശാവതാരമായിട്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ അർച്ചസ് എന്ന് പറയും, ലക്ഷ്മി ദേവി. അർച്ചസ് ലക്ഷ്മി ദേവിയും വന്നു. അങ്ങനെ ഇവരായിരുന്നു ആ രാജ്യം ഭരിച്ചത്. നോക്കിയപ്പോൾ ഒന്നുമില്ല, തരിശു ഭൂമി. ഭൂമിദേവിയെ അന്വേഷിച്ച് പിന്നെ എന്ത് ചെയ്തു? ഭൂമിദേവിയെ ഇട്ട് ഓടിച്ചു. ഭൂമിദേവി ഗോരൂപം കൊണ്ട് ലോകം മുഴുവൻ ഓടി. കാര്യം എന്താണ്? വേനന്റെ മകനല്ലേ? വേനന്റെ മകനായതുകൊണ്ട് ഈ വിഭവങ്ങളെ, ഈ കുറച്ച് വിഭവങ്ങൾ സൂക്ഷിച്ചു വെച്ചില്ല എന്ത് ചെയ്യും? പിന്നീട് ആർക്കൊന്നും ഇല്ലാതാകും. അതുകൊണ്ട് ഭൂമിദേവി കുറച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു, ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഭൂമിദേവിയെ ഓടിച്ചപ്പോൾ അവസാനം ഭൂമിദേവിയെ പിടികൂടിയപ്പോൾ ഭൂമിദേവിയുടെ ഡിമാൻഡ്, ഞാനൊരു പശുവല്ലേ, അതുകൊണ്ട് ഒരു പശുക്കിടാവിന്റെ രൂപം എടുത്തു വരാൻ പറഞ്ഞു. അങ്ങനെ ഈ പറയുന്ന സ്വയംഭൂമനു ഈ പറയുന്ന ഈ എന്താണ് പശുക്കിടാവിന്റെ രൂപം എടുത്തിട്ട് ഇത് മുഴുവൻ കറന്നെടുത്തു. ഈ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന സർവ്വ വിഭവങ്ങളും. അങ്ങനെയാണത് ഈ പറഞ്ഞ പോലെ അവിടുത്തെ പ്രജകൾക്കായിട്ട് ഈ വിഭവങ്ങളെല്ലാം വിട്ടുകൊടുത്ത് അങ്ങനെ നല്ല ഭരണം കാഴ്ചവെച്ച ഒരു രാജാവാണ് പൃഥു മഹാരാജാവ്. വളരെ നല്ല ഭരണം കാഴ്ചവെച്ച രാജാവ്. അങ്ങനെയുള്ള നമ്മളിപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന അങ്ങനെ സമഗ്രമായ പദ്ധതിയാണ് നമ്മൾ കണ്ടത്. അതുപോലെ കലിയുഗത്തിൽ അതുകൊണ്ട് ഇതുപോലെയുള്ള അശ്വമേധ യാഗവും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം എന്താണ്? നാമസങ്കീർത്തനം. അപ്പോൾ അതിന്റെ ശ്ലോകം നമ്മൾ മുമ്പത്തെ അതിനകത്ത് പറഞ്ഞതുകൊണ്ട് പറയുന്നില്ല. അതുകൊണ്ട് നാമസങ്കീർത്തനം യസ്യ സർവഭാവ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിംബരം. ഭാഗവതത്തിൽ നമ്മൾ 18,000 ശ്ലോകം ചൊല്ലിയിട്ട് അവസാനത്തെ ശ്ലോകം എന്താണ്? നാമസങ്കീർത്തനം യസ്യ സർവഭാവ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. അങ്ങനെ നാമസങ്കീർത്തനം അല്ലാതെ എന്താണ്? എല്ലാ പാപങ്ങളെ ഹരിക്കുന്ന വേറൊന്നുമില്ല. അങ്ങനെയുള്ള ആരുടെ നാമസങ്കീർത്തനമാണോ ഇതെല്ലാം
പ്രാപ്തമാക്കുന്നത്. അങ്ങനെയുള്ള ഹരിയെ ഞാൻ പ്രണമിക്കുന്നു. ഹരി ബോൽ. ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ പ്രണമിച്ചു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു പോയിന്റ് പറയാം. ശക്കലം ലേറ്റ് ആയി പോയി. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഞാനൊന്ന് ലീവ് ചെയ്യാണ്. ശരി മാതാജി. ഹരി ബോൽ. മാതാജി ഇത്രയും നേരം കയറിയല്ലോ, യാത്രയിലാണെങ്കിലും. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. മോൾക്കും ഹരേ പ്രഭുവിനും എല്ലാം. കൃഷ്ണ. ഓക്കെ. ഹരേ ഹരേ കൃഷ്ണ. ജനങ്ങൾ സഹജാതി സമേതനായ ഭഗവാനെ എല്ലാവർക്കും എന്ന് സുഖാണ്. പറഞ്ഞോളൂ ഹരേ കൃഷ്ണ ഗീതാ. പ്രഭുജി. ജനങ്ങൾ സഹചാരി സമേതനായ ഭഗവാനെ സങ്കീർത്തന യജ്ഞത്താൽ ആരാധിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? സഹചാരി സമേതനായ. അദ്ദേഹത്തിന്റെ പാർഷദന്മാരോട് കൂടിയാണ് വന്നത്, സഹചാരികളോട് കൂടി. ആരൊക്കെയാണ് സഹചാരികള്? ഒരുപാട് പേരുണ്ടായിരുന്നു. മെയിൻ ആയിട്ടുള്ളത് ആരൊക്കെയായിരുന്നു? പ്രഭോ നിത്യാനന്ദ, ശ്രീ അദ്വൈത ഗദാധര, ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ആരൊക്കെയാണ്? നിത്യാനന്ദ പ്രഭു, ആരാണ്? ബലരാമൻ. പിന്നെന്താ? അദ്വൈതാചാര്യ സദാശിവൻ. പിന്നെ അടുത്ത ഗദാധര രാധാറാണി. പിന്നെന്താണ് അടുത്താറ്? ശ്രീവാസ നാരദമുനി. സഹചാരികൾ. ഹരേ കൃഷ്ണ. അപ്പൊ ഞാനൊരു പോയിന്റ് പറയാം. നമ്മള് കർമ്മങ്ങൾ ചെയ്യുന്നത് അത് യജ്ഞങ്ങൾ പോലെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക. ഇല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഭഗവാനായി കൊണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മൾ മനുഷ്യർ കൂടുതൽ ഭൗതികവുമായിട്ട് ബന്ധിക്കപ്പെടും. ഹരേ കൃഷ്ണ. ഹരേ ബോൾ. ഹരേ കൃഷ്ണ. അടുത്ത ആരാണ്? ഞാൻ പറയാം. മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണാർപ്പണ മനോഭാവത്തോടെ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകാൻ സാധിക്കും. കൃഷ്ണപ്രീതിക്കായി ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായി ഭഗവാന്റെ സേവനത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും. ഹരേ കൃഷ്ണ. വളരെ നല്ലൊരു പോയിന്റ് ആയിരുന്നു. ഭഗവാന്റെ സേവനത്തിലേക്ക് ഉയർത്തപ്പെടും. ഹരേ കൃഷ്ണ. വളരെ വാല്യുബിൾ പോയിന്റ് മാതാജി പറഞ്ഞു. ഇതാ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കർമ്മങ്ങൾ ഭഗവാനിൽ അർപ്പിച്ച് ഒരു ഗൃഹസ്ഥാശ്രമിയാണെങ്കിലും ഏത് ആശ്രമത്തിൽ ചെയ്യാനുള്ള കടമകൾ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്ത് രത്നാകരൻ ചെയ്ത പോലെ ഉള്ള പിടിച്ചുപറിയോ അങ്ങനെയുള്ള ഒന്നും ചെയ്യാൻ മനുഷ്യർക്ക് മനസ്സ് വരത്തില്ല. ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുമ്പം ഭഗവാൻ ഇത് കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ട് മനുഷ്യര് സത്യസന്ധമായിട്ട് തന്നെ കർമ്മങ്ങൾ ചെയ്യുകയും അവനവന്റെ കുടുംബത്തെ പോറ്റുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത ആരാണ്? കൃഷ്ണമാനി മാതാജി. മാതാജി ഇല്ല. സുജന മാതാജി. പൂർണ്ണമ മാതാജി. എല്ലാവരും സമയം കഴിഞ്ഞുകൊണ്ടായിരിക്കും, ആരെയും കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് ലീവ് ചെയ്യാം. വഞ്ചാകൽപതൃശ്ച കൃപാസിന്ധുഭ്യശ്ച പതിനാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്ദ की जय, अनंतकोटि आचार्यवंद की जय, नामाचार्य हरिदास ठाकुर की जय. प्रेम से कहो जय श्री कृष्ण प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे.